എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് നോക്കൂ ഫൈനലി നമ്മളങ്ങനെ ഇന്നലെ കപ്പഡോക്യയിൽ നിന്ന് ഒരു 650 കിലോമീറ്റർ ഇന്നലെ രാത്രി ഓടിച്ച് നമ്മളങ്ങനെ ഫൈനലി എത്തിയിരിക്കുന്ന സ്ഥലമാണ് പംകുലെ. നോക്കൂ, അതായത് ഒരു കിടിലൻ കാഴ്ചയാണ്. നിങ്ങൾ പല വീഡിയോകളിലും പല സിനിമകളിലും പല പാട്ടുകളിലും കണ്ടിട്ടുണ്ടാവും. അതായത് ഈ ബുൾജെറ്റിന്റെ വീഡിയോയിൽ ഇപ്പം കാണുന്നുണ്ട്. അതെ, നിങ്ങളുടെ ഭാഗ്യം. അത് ഈ ബുൾജെറ്റിന്റെ വീഡിയോ തന്നെ കാണാം. അതായത് ഇവിടെയാണ് നിങ്ങൾക്ക് കുറ്റം പറയാം. നോക്കൂ, അതായത് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഇങ്ങനെ തട്ടായിട്ട് വെള്ളം കിടക്കുന്ന ഒരു പ്രത്യേകതരം പ്രതിഭാസമുള്ള സ്ഥലമാണ്. എനിക്ക് തോന്നുന്നത് ലോകത്തിൽ തന്നെ ഏകമുള്ളതെന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഉള്ളൂ, വേറെ എവിടെയില്ല. നോക്കൂ, അപ്പം ഇന്നലെ നമ്മളങ്ങനെ കപ്പഡോക്യയിൽ നിന്ന് വാഹനം ഓടിച്ച് നമ്മുടെ നെപ്പോളിയൻ ചെറുക്കനായിട്ട് നമ്മളങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ് പംകുലയിൽ. നോക്കൂ, ബേസിക്കലി നമ്മളങ്ങനെ പോവുകയാണ്. ഇന്ന് നമ്മൾ ഈ ഒരു സ്ഥലം കാണും. അതിനുശേഷം നമ്മളൊരു ക്യാമ്പർ പാർക്കിലേക്ക് പോകും. അതിനുശേഷം ഞങ്ങൾക്ക് കുളിക്കണം, ഞങ്ങൾക്ക് തുണി അലക്കണം, ഞങ്ങളുടെ വണ്ടി വൃത്തിയാക്കണം, ഞങ്ങളുടെ വണ്ടി കഴുകണം. ഈ അടുത്ത ദിവസം നമ്മൾ യൂറോപ്പിലോട്ടാണ് ബോർഡർ ക്രോസ് ചെയ്ത് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. നോക്കൂ, അതായത് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഈ കാണുന്ന തുർക്കിയിലെ ഈ കാണുന്ന പംകുലെ. നോക്കൂ, നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കും ഗ്രീസിലേക്ക്. അങ്ങനെ നമ്മുടെ അടുത്ത രാജ്യമായ യൂറോപ്പിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോവാണ്. അതിനെയാണ് നമുക്ക് രാജ്യങ്ങൾ ഏകദേശം 26 രാജ്യങ്ങൾക്ക് നമുക്ക് അതിൽ കൂടുതൽ ഗൈസ് നോക്കൂ, അതായത് കാൽസ്യം കാർബണേറ്റ് അടങ്ങിയ ഒരു പ്രത്യേക രീതിയിലുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതാണ് പംകുല. നോക്കൂ, ആ സ്ഥലം കാണാൻ വേണ്ടി പോവാണ്. അപ്പം ഞാനും ലിബിനും അങ്ങോട്ടുള്ള യാത്ര തിരിക്കുകയാണ്. ആ യാത്ര വളരെ അതിമനോഹരമായിരിക്കും. നേരത്തെ ഇഷ്ടംപോലെ ഇന്ത്യക്കാർ, ഇഷ്ടംപോലെ വാഹനങ്ങൾ, ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് ഇത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഫൈനലി ഞങ്ങൾ പോവുകയാണ്. അതായത് ആദ്യം വണ്ടി അടച്ചോ നമ്മൾ നോക്കുക, അല്ലെങ്കിൽ നമ്മളെ ഹണ്ടക്കടാകം എല്ലാം പോയി കഴിഞ്ഞിട്ട് നമ്മൾ കാറിയിട്ട് കാര്യമില്ല. അടച്ചോടാ. കൊട്ടിന്റെ അർത്ഥം എന്നാ? കൊട്ടിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് പൂട്ടിയോ ഇല്ലയോ എന്നുള്ളത്. നോക്കൂ, അതായത് ഇത്ര നേരം ഇവിടെ കുറേ വണ്ടികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ വാഹനങ്ങൾ കുറഞ്ഞു, പക്ഷെ അപ്പുറത്തോട് കണ്ടമാനം വണ്ടികളുണ്ട്. ഏതാണ്ട് 450 രൂപ അടുത്ത് വരും ഇവിടുത്തെ പാർക്കിംഗ് മാത്രം, അല്ലേടാ ലിബിയ? ഈ കാണുന്ന 200 ലിറയാണ് ഇവിടുത്തെ പാർക്കിംഗ് ഫീസ്. അതായത് കാറിന്റെ പൈസ 80 രൂപ തരുമെന്ന്. ഇല്ല, ഇത് കാരവാനാന്ന് അവർ കണ്ടുപിടിച്ചു. ഒരു രക്ഷയില്ല കേട്ടോ. ഇനി അടുത്ത കേസ് നമുക്കവൻ ചിരിച്ചോണ്ട് ചോദിക്കാലോ. അതെ, കുഴപ്പമില്ല. അതായത് ഇനി അടുത്ത കേസ് അവിടെ എൻട്രി ഫീസ് ഉണ്ടെന്ന് അറിയത്തില്ല. ഷൂ ഇട്ട് അങ്ങോട്ട് കയറ്റില്ല, ഷൂ അവിടെ ഊരി വെക്കണം. അതിന്റെ അകത്തോടെ കുറച്ച് നടക്കാനുണ്ട്. ആ അത്ഭുത കാഴ്ചയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നോക്കൂ, ഈ ബുൾജെറ്റ് സഹോദരങ്ങൾ അവതരിപ്പിക്കുന്ന അടുത്ത നാടകം. ഓരോ ബസ്സുകളൊക്കെ നോക്കി, എല്ലാം ഇവിടെ ബെൻസ് ആണ്. ബെൻസിന്റെ അതിപ്രസരമാണ്. ബെൻസ് സ്പ്ലെൻഡർ വെറുതെ കൊടുക്കുവാണെന്ന് എനിക്ക് അറിയത്തില്ല. എവിടെ നോക്കിയാലും ബെൻസ്. ഇവിടുത്തെ റൂട്ട് ബസ് അടക്കം ബെൻസ്. ഇവിടുത്തെ വോക്സ്വാനും പിന്നെ അതേപോലെ തന്നെ ബെൻസും ആണ് ഇവിടുത്തെ മിനി ബസ്. ഇതിനാണ് ഇവിടെ മിനി ബസ് എന്ന് പറയുന്നത്. വാൻ ആണ് ഇവിടെ മിനി ബസ്. പിന്നെ കാറുകൾ ഏറ്റവും കൂടുതൽ റെനോൾട്ട്. എന്തോരോ വാഹനങ്ങളാണ്. റെനോൾട്ട് ഒക്കെ നമ്മുടെ നാട്ടിൽ പൊട്ടിപ്പോയില്ലേ? പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മുടെ മിനി SUV ഇല്ലേ, അത് ഹിറ്റാക്കിയത് ഇവരല്ലേ, റെനോൾട്ട്. അതെ, മറ്റേ ഡസ്റ്റർ. നോക്കൂ, എന്തോരോ ബസ്സുകളാണ്. അതും കാണാൻ വളരെ മനോഹരമായ വണ്ടി. എടാ, നമുക്ക് മാത്രം മൂല പാർക്കിംഗ് തന്നു, ബാക്കിയുള്ളവർക്കെല്ലാം നല്ല സ്ഥലങ്ങളിൽ പാർക്കിംഗ് കൊടുത്തു. പറഞ്ഞിട്ട് കാര്യമില്ല ഇവനെ. നമ്മൾ ആദ്യം തന്നെ അവിടെ നിന്നില്ലേ, അടിച്ചു വിടുവാനും നമുക്ക് അങ്ങേറ്റം പോകുമായിരുന്നു. പക്ഷെ നന്നായി നമുക്ക് വേസ്റ്റുകളൊക്കെ കളയാൻ പറ്റില്ലേ. 200 രൂപ കൊടുത്താലേ നമ്മൾ 400 രൂപയുടെ വേസ്റ്റ് കളഞ്ഞിട്ടുണ്ട് ഇവിടെ. 10-25 കിലോ വേസ്റ്റ് കളഞ്ഞിട്ടുണ്ട്. ഫുഡും അതും ഇതൊക്കെ ആയിട്ട്. ഫുഡ് മീൻസ് ഫുഡ് വേസ്റ്റ്, ടിഷ്യൂ, അതുപോലെ സംഭവങ്ങൾ. എന്തായാലും ഇഷ്ടം പോലെ വിദേശിയുണ്ട്, ഞങ്ങളും ഉണ്ട്. ഞങ്ങൾക്ക് നേരെ ഈ കാണുന്ന എങ്ങോട്ട് ലിവിനെ അതിന്റെ ഒരു ചെറിയ എൻട്രി സംഭവം ഉണ്ട്. ചൈനീസ് ഗൈഡ് ചൈനീസ് ഫ്ലാഗ് ഒക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. അപ്പൊ ചൈനക്കാർ കണ്ടമാനം ഉണ്ടെന്ന് മനസ്സിലായി. ഇന്ത്യ ദേശീയവാലയം കുറെ ഉണ്ട് കേട്ടോ, ഇന്ത്യക്കാരും കുറെ ഉണ്ട്. ഇതിലേക്കാണ് നടക്കേണ്ടത്. ഇത് ഫ്ലാഗ് പൊക്കി പിടിക്കുന്നു. നമുക്ക് ഇതുപോലെ തന്നെ പൊക്കി പിടിക്കാൻ ഒപ്പിക്കാൻ കണ്ടമാനം ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ പൊക്കി പിടിച്ചിട്ടുണ്ട്. എല്ലാവരും നമ്മളോട് നമുക്ക് ഭാഷ ചൂട്ട് കത്തിച്ച് പിടിച്ചാക്കുന്നല്ലേ, ചുരുട്ട് കിട്ടില്ല കേട്ടോ വലിക്കാൻ. നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ എല്ലാവരും വലിക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ എന്തോരം പേരാടാ, എന്തോരം ആൾക്കാർ. ഇവിടുന്നേ വേറൊരു കേസ് ഞാൻ പറയാൻ മറന്നുപോയി. അതായത് താഴേന്നും നടന്നു വരാം, താഴേന്ന് അത്യാവശ്യം നല്ല രീതിയിൽ നടന്നു വരാം. നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചൊരു കാര്യം എന്താണെന്നറിയോ, താഴെ നിന്ന് നടന്നു വരുവാണെങ്കിൽ പാർക്കിംഗ് കാശ് കൊടുക്കണ്ട, മേളിൽ നിന്ന് നടന്നു വരുമ്പോഴാണ് പ്രശ്നമുള്ളത്. നമ്മൾ കഴിഞ്ഞ വർഷം ഇട്ടില്ലേ ബലൂൺ കണ്ടേ, ആ ഞങ്ങളുടെ കാശ് മേടിച്ചു. ഈ കാണുന്ന സ്ഥലമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകണം. ഇവിടെ WC അതുപോലത്തെ എല്ലാ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടിക്കറ്റ് വേണ്ടായിരിക്കും അവനെ, വന്ന ഉടനെ ടിക്കറ്റ് മേടിച്ചില്ലേ. ഇതിലെ എൻട്രി എന്നൊക്കെ കണ്ടുപിടിക്കട്ടെ. ഇത് തന്നെ ഇവര് വരുന്ന തിരക്ക്, എന്താ ജനം. എന്നാടാ സ്കൂൾ കിട്ടോ, സ്കൂളോ കോളേജോ കിട്ടുമല്ലോ കേട്ടോ. പകുതി ആൾക്കാർക്കും തുണിയുടെ ക്ഷാമമുണ്ട്. ഇന്ത്യയിൽ നിന്ന് കുറച്ച് തുണി കയറ്റി വിട്ട് വരുന്ന കാശാക്കായിരുന്നു കേട്ടോ. ഇതാണ് എൻട്രി കേട്ടോ, അത് എക്സിറ്റ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ക്യൂ നിൽക്കാം.
ഓ വലിയ പൈസയൊന്നും ഇല്ല കേട്ടോ. വിദേശികൾക്ക് 100, സ്വദേശികൾക്ക് 50. അത് ഇന്ത്യയിലും അങ്ങനെ തന്നെ കേട്ടോ. വിദേശി 100. ഇന്ത്യയിലാണ് ഏറ്റവും കുറവ്. താജ്മഹൽ കാണുമ്പോൾ വിദേശികളെല്ലാം ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ നമ്മൾ 2500 ടിക്കറ്റ് മേടിക്കുന്നത്. ഇവിടെയൊക്കെ വിദേശികൾക്ക് അന്ന് നമ്മൾ 3500 മേടിച്ചില്ല ഒരു സാധനം കാണാൻ വേണ്ടി പോയിട്ട്. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ. 2638 2638. ഓ ഗൈസ്, ഏതാണ്ട് 2 പേർക്ക് 2638 രൂപ കേട്ടോ എൻട്രി ഫീസ്. യൂറോ ആണോ അത് ഇവിടുത്തെ? ഒരാൾക്ക് എൻട്രി ഫീസ് 30 യൂറോ. യൂറോ എന്ന് വെച്ചാൽ വലിയ പൈസ ആയിട്ടില്ലല്ലോ. കമൺ ഗൈസ്, കിട്ടാനുള്ള മേടിച്ചിട്ട് വരാം. ഓ ഗൈസ്, ഇവനെ മുട്ടിക്കാൻ ഗൈസ് വലിയൊരു സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇതിന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, എന്നാലും ഒരാൾക്ക് നാട്ടിലത്തെ ഏകദേശം 3000 രൂപ. അത്ര അങ്ങനെ വരും. 3000 അല്ല, 2000 സംതിങ് ആണെന്ന് എൻ്റെ വിശ്വാസം കേട്ടോ. എന്തായാലും ഫൈനലി സാധനം കിട്ടി. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാണ്ട്. അതായത് ഈ കാണുന്ന പമ്പുലേക്ക് മാത്രമാണ് ടിക്കറ്റ്, ബാക്കിയുള്ള മ്യൂസിയം അങ്ങനെയുള്ള ഇവിടുത്തെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസ് യൂറോ, ബാക്കിയുള്ളടത്ത് നോർമൽ പൈസ. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ യൂറോപ്യൻസ് ആണല്ലോ വരുന്നത്. പിന്നെ നല്ല തിരക്കാട്ടോ, നമ്മൾ വിചാരിച്ച പോലെ അല്ല. ഇവിടെ പിന്നെ കുറെ ആക്ടിവിറ്റീസും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാവും എന്നുള്ളതൊക്കെ നേരെ ഫ്രണ്ടിലേക്ക് എന്നാലും അറിയത്തുള്ളൂ. ഈ കാണുന്ന ഒരു വലിയ കവാടം കണ്ട് കഴിഞ്ഞ് അതിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ കയറി പോകുന്നത്. ഇത് കുറെ നടക്കാനുണ്ട് കേട്ടോ. ഇത് നമ്മൾ വിചാരിച്ച പോലെ അല്ല. ബഗ്ഗി സർവീസ് ഉണ്ട്. ഇതുണ്ട്, അങ്ങോട്ട് കുറെ പേര് പോകുന്നു, ഇങ്ങോട്ട് കുറെ പേര് പോകുന്നു. എവിടെ ഇവനെ സാധനമുള്ള വിദേശികളാട്ടോ. ഇവര് ഫോട്ടോ ഒക്കെ എടുത്ത് തൊട്ട് തലോടി ഒരു രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇത് മൊത്തം ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോവുള്ളൂ മൊത്തം. സത്യം ഗൈസ്, ഇതേപോലെ പറന്ന് നടക്കാം കേട്ടോ. പക്ഷേ എത്രത്തോളം സെറ്റപ്പ് ഉണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷെ ഒരിക്കലും ഇതിനകത്ത് കയറരുത്. ഇവിടെ മുദ്ര ശ്രദ്ധിക്കണം കേട്ടോ. അതായത് തിരുമുത്തിയുണ്ട്, നേർബുദ്ധിയുണ്ട്, യൂറോപ്പിന്റെ ചിഹ്നമായ യൂറോപ്യൻ മുദ്രയുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ലിറയുടെ മുദ്രയുണ്ട്. മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര ശ്രദ്ധിച്ചില്ല കാർഡടിച്ച് പോകുമ്പോൾ പൈസ ഒന്നും അറിയില്ല. അങ്ങനെ സംഭവമുണ്ട്. ഇവിടെ എല്ലാം യൂറോയിലാണ് ടൂറിസ്റ്റ് പ്ലേസിൽ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അപ്രോക്സിമേറ്റ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും എക്സ്പെൻസീവ് ആണ് അത്യാവശ്യം. ചില സ്ഥലങ്ങളിൽ പൈസ കൊടുക്കണ്ട. അവിടെ എന്തോ ഉണ്ടല്ലോ. അതന്നെ അത് കോട്ടയം. നമുക്ക് ഇവിടെ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ വേറെന്തോ പരിപാടി ഉണ്ട് കേട്ടോ. എല്ലാം ഈ ഭാഗത്തുനിന്ന് മേളിൽ നിന്നാണ് ആൾക്കാർ വരുന്നത്. ഇത് കഴിഞ്ഞ് ഇത് കണ്ടതിന് ശേഷമാണ് നമ്മൾ നേരെ എങ്ങോട്ട് പോകുന്നത്. അതായത് നമ്മൾ ക്യാമ്പർ പാർക്കിൽ പോയി നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് നാളെ ഇവിടെ നിന്ന് ഇറങ്ങണമല്ലോ. നാളെ ഇവിടെ നിന്ന് ഒറ്റ സ്ട്രെച്ചാണ് 800-900 സംതിങ് കിലോമീറ്റർ. പക്ഷേ ഇവിടെ 800-900 കിലോമീറ്റർ എന്ന് വെച്ചാൽ സമയം പോകുന്ന അറിയില്ല. 900 കിലോമീറ്ററോടെ എനിക്ക് ഒന്ന് 6 മണിക്കൂർ 7 മണിക്കൂർ മതി ഇവിടെ. അതായത് 800-900 കിലോമീറ്റർ അടുത്തുണ്ട്. ഈ 900 കിലോമീറ്റർ ഓടുമ്പോൾ എത്ര VR ക്യാമറ ഇവിടെ അടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഏതാണ്ട് ഇത്ര കിലോമീറ്റർ ആകുമ്പോൾ ഒരു 15,000 രൂപ തൊട്ട് 12,000 രൂപയുടെ എണ്ണച്ചൽ വരും. നമ്മൾ നേരത്തെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ 10,000 രൂപ എടുത്ത് ഇങ്ങനെ എണ്ണ ആയിട്ടോ. അതായത് ഞങ്ങൾ ഈ പൈസയുടെ കേസ് പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ്. ഞങ്ങൾക്ക് ഇത് പറയുന്നതിന് വലിയ താല്പര്യമുള്ള ആൾക്കാരാണ്. എല്ലാവരും ഞങ്ങളോട് വീട്ടിൽ വരുമ്പോൾ ചോദിക്കും നിങ്ങൾക്ക് ചൈനയിൽ എക്സ്പെൻസായി പോകുന്നവരൊക്കെ. അപ്പൊ നമ്മൾ ഒരാളോട് പേഴ്സണലായിട്ട് പറയുന്നേക്കാളും എല്ലാവരും കൂടെ ഒരുമിച്ച് പറയുകയാണെങ്കിൽ നല്ലതല്ലേ. അതെ, അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളിത് പ്രത്യേകം നിങ്ങളോട് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ യാത്ര ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം ഞങ്ങളെ പോലെയുള്ള 2 മണ്ടന്മാർ പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അല്ല നമ്മളിങ്ങനെ ഇത് പോകുന്നത് നിങ്ങൾക്ക് അത് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. ഗ്രൂപ്പ് പാക്കേജിൽ വന്നുള്ള പ്രശ്നം ഇതേപോലെ ഇവർ പറയുന്ന എല്ലാം കേട്ട് നിൽക്കേണ്ടി വരും. എനിക്കാണ് ഈ ഗ്രൂപ്പ് പാക്കേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കലിയാട്ടോ. അതായത് നമ്മൾ തന്നെങ്ങാനും പോയിട്ടുണ്ട് ഇവർ ഇട്ടിട്ടും പോകും. ഇത് ഇവർ പറയുന്ന പോലെ പോകണം. അവർ പറയുന്ന തൊപ്പി വെച്ചിട്ട് അവർ ഇത് പിടിക്കുന്നുണ്ട്. അതല്ലടാ, ഇവർ പറയുന്ന എല്ലാം കേൾക്കണം. പിന്നെ അത് കൂടാതെ ഇവർ പറയുന്ന സമയത്ത് എണീക്കണം. ഇവർ പറയുമ്പോൾ വണ്ടിയിൽ കയറണം. ഒരു മിലിറ്ററി ചട്ടോ. നമ്മൾ ചൈനയിൽ കൂടെ യാത്ര ചെയ്യുന്നിടത്ത് 5 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഏറ്റവും ആദ്യം എക്കുമായിരുന്നു ആദ്യമൊക്കെ. പിന്നെ നോക്കാൻ നേരത്ത് ഗൈസ് ഫൈനലി ഞങ്ങൾ ഇവിടെ എത്തി. പക്ഷെ ഞങ്ങൾ ഫോട്ടോ കണ്ട സ്ഥലമല്ല. അത് കളർ ചെയ്യുന്നതിന്റെ ശരിക്കും ഇതിനകത്ത് വെള്ളം ഉണ്ടാവും. അന്ന് നമുക്ക് പൈപ്പ് ഇട്ട് അടിച്ചു കൊടുക്കാം. വേറെ തന്നെ വഴി. വെള്ളം ഇല്ല അതിൻ്റെ അകത്ത്. വെള്ളം പോകണ്ടാണെങ്കിൽ പങ്കുലെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സംഭവമാണ്. ഇത് ഉപ്പാട്ടാ, മഞ്ഞല്ല കേട്ടോ. ഇതെന്തോ ഒരു പേര് പറയൂലേ ഇവര്. ഇതാണ് പങ്കുല. ഇത് അങ്ങോട്ട് കുറേ നടക്കാനുണ്ട് ഇതിന്റെ അകത്തൂടെ. അതിന്റെ അടിയിൽ കൂടെയും മേളിൽ കൂടെയും. അതായത് താഴേന്ന് നടന്നും കയറി വരാം, ഇതേപോലെയും വരാം, ഏത് രീതിയിലും വരാം. എന്നായിരുന്നു ഇതിന്റെ അത് മെർക്കുറിയോ അല്ല, കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് നമ്മൾ കാൽസ്യം കാർബണേറ്റ് പ്രത്യേക രീതിയിലുള്ള സംഭവമാണ് ഈ കാണുന്നത്. സോഡയുടെ അകത്ത് കാൽസ്യം കാർബണേറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ പൊട്ടത്തരം കേട്ടിട്ട് ആരും ഒന്നും കരുതണ്ട കേട്ടോ. ഞാൻ പൊട്ടനാണ്, എന്റെ വാക്കാരും വിശ്വസിക്കില്ല. നാളെ അത് കാരണം കൊണ്ട് സോഡേനകത്തായാലും നമ്മൾ കണ്ടത് ഇങ്ങനെ അല്ല. പിന്നെ അത് എഡിറ്റിംഗ് ആണ്. ഇതിനകത്ത് വെള്ളം നിൽക്കില്ല. മഴക്കാലത്ത് മാത്രമേ വെള്ളം നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഇത് പൊട്ടിച്ച് അങ്ങോട്ട് വിടൂലേ വെള്ളം പോകുന്നതിന്റെ. അവിടെ ഞാൻ നിരീക്ഷിക്കട്ടെ. മൊത്തത്തില് ആകെ താഴെ ഈ കാണുന്ന ഈ ഒരു സ്ഥലത്ത് മാത്രമേ വെള്ളമുള്ളൂ കേട്ടോ. അതിലെ നടന്നു കയറി കേരള, മലയാളം, പഞ്ചാബ്, ഹരിയാന, ദില്ലി ദില്ലി. पानी नहीं है ना? पानी है उधर, पानी है. अच्छा, പാനി ഇല്ല ഗൈസ്. വെള്ളമില്ല. എന്താ ചെയ്യാ? മഴ നമുക്ക് വരാൻ പറഞ്ഞു. അത് ക്യാമ്പർ പാർക്കാട്ടോ. അത് ഓസിനുള്ള ക്യാമ്പർ പാർക്കാ. പക്ഷെ നമുക്ക് ഓസിനുള്ള പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ ബാത്റൂം ഫെസിലിറ്റി വേണം. ഇതുണ്ടോ എത്ര ക്യാമ്പേഴ്സ് കിടക്കണമെന്ന് നോക്കിയാൽ. ഇത് കണ്ട് ഇങ്ങനെ ഈ വിദേശികൾ അങ്ങനെ കിടക്കും കേട്ടോ.
പക്ഷേ നമുക്ക് പാർക്കായിട്ടുള്ള സ്ഥലം കിട്ടണം. എന്താ രസം നോക്കിയാൽ ഇവിടുന്ന് കാണുന്ന പ്രത്യേക ഫീലിംഗ് ആണ്. അതായത് വെള്ളം കൂടെ ഉണ്ടായിരുന്ന പൊളിച്ച മഴക്കാലത്ത് ഇതിനകത്ത് ഏതോ തമിഴ് പാട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാനേ നൈസായിട്ട് ഡ്രോൺ കീച്ചാൻ പറ്റുമോ നോക്കട്ടെ. ഡ്രോൺ കീച്ചാൻ പറ്റും. ഇവിടെ ഒന്ന് നോൺ സോൺ എഴുതി വെച്ചിട്ടില്ലല്ലോ, ഇല്ലാത്ത സ്ഥലങ്ങൾ ഇല്ലെന്ന് എഴുതി വെക്കും. പൊക്കി കഴിഞ്ഞ ഒരു താത്താൻ പറഞ്ഞ് ഞങ്ങൾ തത്തൂല കേട്ടോ. ആ ഉണ്ടറാ उधर पानी है भैया. हाँ उधर है नीचे. गाइस उधर पानी है, इधर कुछ नहीं है, बस उधर ही है. ഗൈസ് നോക്കൂ, ഞാൻ വിചാരിച്ചു കബളിക്കപ്പെട്ടോന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, പക്ഷെ കബളിക്കപ്പെട്ടില്ല കേട്ടോ. പിന്നെ സാധനമുണ്ട്. ശരിക്കും താഴേന്നായിരുന്നു ഓസിക്കായിരുന്നു കയറണ്ടേ. ഓ അത് ഓസൊന്നും അല്ല, അവിടെ ടിക്കറ്റ് ഉണ്ട്. അത് അതിനകത്തോടെ നടന്നു കയറി വരാം. വണ്ടി ഉള്ളവർക്ക് മേളിൽ നിന്ന് ഇങ്ങനെ വരാം. അത് ഓരോ ഇത് ചൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഇതർ പാനി നീച്ചെ ആയേഗാ കളർ ചേഞ്ച് ആയേഗാ. ഇവരെ ഇത് മിനറൽസ് ആണ്, അതാ സൂപ്പറാന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഗൈസ് നോക്കൂ, എന്തായാലും ഈ കാണുന്ന താഴ്വരയുടെ ഓ നൈസ് നൈസ് ഗുഡ് ഗുഡ്. ആ അപ്പൊ അവിടെ അല്ല, ഇവിടെ ആയിരുന്നു. താഴെ ഇതറിയാനാ യാടാ, ഇവിടെ ഉണ്ട് കേട്ടോ. ഗൈസ് രക്ഷപ്പെട്ടു. ഇതും കൂടെ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. ഗൈസ് എന്തായാലും വിചാരിച്ച സാധനം കണ്ടു. ഞാൻ വിചാരിച്ചു ഡ്രോൺ പൊക്കി കഴിഞ്ഞാൽ ഗുമ്മായിരിക്കും കേട്ടോ. വിടാം. ഗൈസ് ഞങ്ങളൊന്ന് പറത്തട്ടെ, എന്നിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു തരാം. അപ്പൊ ഞാനും ലിബിനും പണി തുടങ്ങട്ടെ. ഗൈസ് ഞങ്ങളെ പിടിച്ചു. ഗൈസ് ഞങ്ങളുടെ അടുത്ത് പോലീസ് വന്നിട്ട് പറഞ്ഞു അവരുടെ വിലങ്ങും മറ്റു സാധനമൊക്കെ ഉണ്ട്, ഡോണ്ട് ഫ്ലൈ. അപ്പോഴത്തേക്ക് ഞങ്ങൾ താത്താൻ വേണ്ടി നിൽക്കുക. ഞങ്ങൾ പറഞ്ഞ് നിർത്തി, സാറേ ക്ഷമിക്കണം, എല്ലാം ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓക്കെ ആക്കി. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഗൈസ് ഇവിടെ ഉണ്ടല്ലോ, ഈ കാണുന്ന സംഭവത്തിൽ കുളിക്കുവാണെങ്കിൽ ശരീരത്തിനും നമുക്കൊക്കെ എന്തോ നല്ലതാണെന്നുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. അതായത് മിനറൽസ് ആണല്ലോ, അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടോ. ഇതേപോലെ തട്ടായിട്ട് നീല നിറത്തിൽ ഇതേപോലെ കിടക്കുന്ന കിഡിലിനൊരു ഒരു വെള്ളച്ചാട്ടം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു പിന്നെ അതായത് നെൽപ്പാടത്തിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പ്. ഗൈസ് നോക്കൂ, ആ ഒരു രീതിയിലുള്ള സംഭവം കാണാം. ഇവിടെ ഒരു തടാകമുണ്ട്. ഇതല്ല ഇതിന്റെ മെയിൻ ഐക്കോണിക്കൽ സ്ഥലം. ഇത് കണ്ടോ, കുറെ ആളുകൾ ഇതേപോലെ ക്യൂ ആയിട്ട് നിൽക്കുന്നത്. ഇവിടെയാണ് ഇതിന്റെ മെയിൻ സ്ഥലം. അപ്പൊ ഞങ്ങളും ഇറങ്ങി നടക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഇറക്കാൻ സമ്മതിക്കൂല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സാധനത്തിന് കേടുപാടുകൾ ഉണ്ടാകുന്ന കാരണം ടൂറിസ്റ്റ് വരുന്ന സ്ഥലമാണല്ലോ. യെസ് ഗൈസ്, നമ്മളെ പോലെയുള്ള വാണങ്ങളല്ലേ ഇവിടെ വരുന്നത്. എടുത്തൊറ്റ ചാട്ടം ലാസ്റ്റ് ഇവരെ രക്ഷിക്കാൻ. ഇവിടെ ഇറങ്ങാൻ പറ്റൂലെന്നേ ഉള്ളൂ. ഇതിന്റെ അടിയിൽ കൂടി ഒക്കെ വെള്ളം പോകുന്നുണ്ട്. നമുക്ക് അവിടെ ഇറങ്ങി നടക്കാനുള്ള റൂട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്തോടെ ഇറങ്ങി നടന്നിട്ട് തിരിച്ചു തന്നെ ഞങ്ങൾ കയറി വരും. കാരണം നമ്മുടെ വണ്ടി ഉള്ളത് ഈ സൈഡിലാണ്. ശരിക്കും നമുക്ക് താഴെ this side is another person's ഗാഡി, but our ഗാഡി here. സോറി ഗൈസ്, അപ്പൊ നമുക്ക് നേരെ പോവാം. ഷൂ ഊരണം വരും, സോക്സ് ഊരേണ്ടി വരും. ഇതൊക്കെ ആയിരിക്കും യാഥാർത്ഥ്യമായ കാര്യങ്ങൾ. എന്തായാലും ഇതിന്റെ ഒരു സീസൺ നോക്കി വരുവാണെങ്കിൽ ഇത് കൂടുതൽ ഇങ്ങനെ തട്ടായിട്ട് വെള്ളം കിടക്കുന്ന കാണാം. അത് ഏതാ സീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഏതായിരിക്കും ആ സീസൺ? ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ ദിവസത്തിൽ ജിൻസിയെ ലൈൻ അടിച്ചു. അങ്ങനല്ലല്ലോ, ജൂൺ ജൂലൈ മാസത്തിൽ സ്കൂൾ വർക്ക് മാസത്തിൽ ജിൻസിയെ ലൈൻ അടിച്ചു. അവൾ ചെരുപ്പൂരി മുഖത്ത് 6 അടിച്ചു. അതറിയാവുന്നവരൊന്ന് കമന്റ് ബോക്സിൽ അടിക്കണം കേട്ടോ. പഴയ ആൾക്കാർക്ക് അത് അറിയത്തുള്ളൂ. അതെ, ഈ പുള്ളിക്കാരനാണ് ഞങ്ങളോട് പറഞ്ഞത് എടുക്കരുതെന്ന്. ഞങ്ങൾ പിന്നെ പറഞ്ഞ അപ്പം തന്നെ കേട്ടോ കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ വെറുതെ കുറ്റിക്കകത്ത് എങ്ങനെ കയറാമെന്ന് അല്ല എങ്ങനെ കയറ്റാന്ന് ഇവർ ആലോചിച്ചിരിക്കും. നമ്മളായിട്ട് പോയി കയറി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഇവിടെയൊക്കെ അതേപോലെ തന്നെ തടാകമാണ്, ബട്ട് നോ വാട്ടർ. ഇത് എന്തായിരിക്കും? കുമ്മായമായിരിക്കും. ഇത് എന്തായാലും പറഞ്ഞതിന്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ഞാൻ 10 പ്രാവശ്യം ഫോണിൽ നോക്കിയിട്ട് എന്തോ ഒരു കുടിക്കുന്ന സാധനത്തിന്റെ അത് ഞാൻ കണ്ടിട്ടുണ്ട്, സോഡിയം ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞ സാധനം. അത് എന്തിന്റെ അകത്താണെന്ന് എനിക്ക് പിടുത്തം കിട്ടാത്തത്. നമുക്കേ ഇങ്ങനെ പോയിട്ട് അങ്ങനെ വരണം. അങ്ങനെ വരാൻ നേരത്ത് ഇതിന്റെ ഒരു പീക്ക് ലെവൽ കാണും. പിന്നെ വഴി കൊടുത്തിട്ടുണ്ട് കേട്ടോ, അവിടെ നമുക്ക് വേണേ ഇറങ്ങാം. അതിൽ ഇറങ്ങാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കണ്ടമാനം ജനം കേട്ടോ അവിടെയൊക്കെ. ഇതുകൊണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ കിടക്കുവോ നോക്കി. ശരിക്കും മഴക്കാലത്താട്ടോ ഇവിടെ വരണ്ടേ? മഴക്കാലത്ത് തന്നെ ഇത് മൊത്തം ഉപ്പുവാളല്ലേ ഇവനെ. എന്നാ ജനോട് അവിടെയൊക്കെ ഇവര് സെറ്റാക്കിയതാണോ? ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇത് ഇറങ്ങാവോന്ന് അറിയത്തില്ല. ആൾക്കാർ ഇറങ്ങാൻ നേരത്ത് സെക്യൂരിറ്റി ഓടിച്ചതായിട്ട് ഞാൻ കണ്ടു. നേരത്തെ നമ്മൾ കണ്ടല്ലേ. പിന്നെ ഇതൊക്കെ ആയിട്ട് ആൾക്കാർ വേണേ ഇൻസ്റ്റ എടുത്തോണ്ട് വന്നത് ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കായിരുന്നു കേട്ടോ. പഴയ അമ്മൂമ്മമാര് വടി പിടിച്ചോണ്ട് നടക്കുന്ന പോലെ. സത്യം കേട്ടോ. പക്ഷേ ഇൻസ്റ്റേന്റെ അകത്ത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് വെട്ടണം. അതാണ് ഏറ്റവും കൂടുതൽ പണിയല്ലേ. ഏത് സൈഡാന്നുള്ള നമ്മൾ ഈ നടക്കുന്ന ഭാഗമില്ലേ, ഇവിടെയൊക്കെ ഇതേപോലെ തന്നെ തട്ട് തടാകങ്ങളാണ്. ഇതൊക്കെ മാനുവലി സെറ്റ് ആക്കിയതാണ്. ഈ സാധനം സൈഡ് ഇത് മറ്റേ ഇതാടാ എന്നാ ആ സാധനം തന്നെ സോഡിയം. അത് മാനുവലും ഒന്നും അല്ല, കിട്ടിയാക്കുന്നത്. ഇതിൽ വെള്ളം വിടുന്നുള്ള മനസ്സിലായി. ഇത് കണ്ടോ, പമ്പി വെള്ളം വിടുന്ന സംവിധാനങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് വെള്ളം വിടാത്തതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ ഇതിലെ വെള്ളം വിടാത്ത എന്നാന്ന് വെച്ചാൽ അതിന്റെ അടിയിൽ തട്ടിലല്ലേ മറ്റേ സംഭവമല്ലേ, അപ്പൊ അതുകൊണ്ടായിരിക്കാം. അതും ശരിയായിരിക്കും. ഇവിടുത്തെ വെള്ളം വിട്ട് കഴിഞ്ഞാൽ താഴത്തെ നഷ്ടപ്പെടുമായിരിക്കും. അപ്പൊ വെള്ളം വിടലാണ് ഈ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ ഔഷധ സസ്യങ്ങളാണ്. ഞങ്ങൾക്കത് വേണ്ട, പണി പോളും. ഞങ്ങൾ അവിടെ ക്യാമ്പർ പാർക്കിൽ പോയിട്ട് കുളിച്ചോളും. ഇവിടെ രാത്രി ലൈറ്റ് ഒക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ രാത്രി ഇവിടെ ഒന്ന് ഇരുട്ടിന്റെ മുറവിൽ എന്തെങ്കിലും ചെയ്യാന്ന് ചോദിച്ചാൽ നടക്കൂല. കാരണം എന്നാ, ഫിലിപ്സിന്റെ അതികായനായ വലിയ ഫ്ലഡ് ലൈറ്റ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അടിച്ചു പോലും ചൈനയുടെ സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടി വാങ്ങി വെക്കുന്ന നമ്മൾ അടിച്ചു. ഒരു 5 കൊല്ലം 10 കൊല്ലം ഉപയോഗിച്ചാലും അങ്ങോട്ട് കയറുന്ന പ്രത്യേക ടിക്കറ്റ് ആണ്. പക്ഷെ എല്ലാവരും മോസ്റ്റ് ഓഫ് പീപ്പിൾ ഇവിടെയാണ്. കൈസൂർക്കി സംഭവമൊക്കെ ഓക്കെയാണ്, വലിയ വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ ടൂറിസ്റ്റ് പ്ലേസ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷെ ട്രാവൽ എക്സ്പെൻസീവ് ആണെങ്കിലും വലിയ അത്ര ഇല്ല. ഭക്ഷണം
ഭക്ഷണം ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ തായ്ലൻഡിലും മറ്റു സ്ഥലങ്ങളിലൊന്നും പോയി വരുന്ന പോലെ തുർക്കി പോയിട്ട് വരാമെന്ന് വിചാരിക്കരുത്. തുർക്കി ഈസ് എക്സ്പെൻസീവ് കൺട്രി. അതായത് സെയിം ലൈക്ക് യൂറോപ്പ്. സെയിം ലൈക്ക് യൂറോപ്പിന്റെ ഒരു ഇത് നോക്കി യൂറോപ്പിൽ 100 രൂപ കൊടുക്കണമെങ്കിൽ ഇവിടെ 70 രൂപ കൊടുക്കും. അതാണ് യാഥാർത്ഥ്യം. പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന യൂറോപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അടിയിലൊക്കെ വെള്ളം കേട്ടോ. ഇത് എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ട് guys. ഞാൻ പറഞ്ഞു നിർത്തില്ല. നോക്കിയേ, ഈ ജപ്പാൻകാരും കൊറിയക്കാരും അവരുടെ കയ്യിൽ ഇത്രയും വലിയ ക്യാമറയും പരിപാടിയൊക്കെ ആയിട്ട് അവർ വരത്തുള്ളൂ കേട്ടോ. അതും ചാത്രൊന്നും അവർ ഉപയോഗിക്കില്ല. ഒറിജിനൽ സാധനം, ഒറിജിനൽ ലെൻസ് അല്ല, ഒറിജിനൽ. നമ്മളാണ് ഒരു അഡാപ്റ്ററൊക്കെ ഇട്ട് എവിടെയെങ്കിലും ചൈന സാധനം കെട്ടിടൂലേ ഞങ്ങളെ. ഗൈസ്, നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. ഇനിയിപ്പം മറ്റേ ഷൂ ഒക്കെ ഊരി കൈ പിടിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഗൈസ്, ഇവിടെ ഇതേപോലെ ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. കണ്ടമാനം ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇരിക്കൂല കേട്ടോ. കാരണം നമുക്കിത് കാണണം. ഷൂവും ചെരുപ്പൊക്കെ ഇട്ടാണല്ലോ ആൾക്കാർ പോകുന്നത്. അല്ല, ആൾക്കാർ ഇതിലേ കേട്ടോ നടക്കുന്നത്. ഇവിടെ വെള്ളമുണ്ട്. ഷൂ ഊരി കൈ പിടിക്കുക, എന്നിട്ട് നേരെ താഴോട്ട് പോകുക. ഓഹോ, ഇതേ കിടക്കുന്നു മുക്കും കുത്തിപ്പം കിടന്നാനെ. ശ്രദ്ധിച്ചു പോകണം. എടാ, ആ ഡ്രോൺ ഇവിടുന്ന് വർത്തിയായിരുന്നാലും അടിപൊളിയാനേട്ടോ. ഞാൻ പറഞ്ഞു ഇവിടെ വരാന്ന്. പിടിച്ചില്ല അതിന്റെ മുമ്പേ. ഇവിടെ കള്ളത്തരം ചെയ്യുമ്പോൾ ആരും കാണരുത്. അവിടെ ഓവർ സമയം നിൽക്കില്ലായിരുന്നു. യെസ്, ഫൈനലി പോയാൽ മതിയായിരുന്നു. നമുക്ക് ഷൂ ഊരി കൈ പിടിച്ചോണ്ട് പോവാം. ആ മൂലയെ കൂടി ഇങ്ങനെ പോവാം. എന്നാ ജനമാടാ. ഷൂ ഊരണമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഷൂ ഇട്ടോണ്ട് പോയി കഴിഞ്ഞാൽ സമ്മതിക്കല്ല. എല്ലാവരും ഷൂ ഊരിയല്ലേ പോകുന്നത്. നമുക്കും അങ്ങനെ തന്നെ പോവാം. എന്നാ ജനമാന്ന് നോക്കി. കഴിവതും ഇവിടുന്ന് ഒന്നും മേടിക്കാതിരിക്കും കേട്ടോ. നല്ല എക്സ്പെൻസീവ് ആണ്. ടൂറിസ്റ്റ് പ്ലേസ് നമ്മളോട് 600 രൂപയ്ക്ക് ജ്യൂസിന് പറയുന്നത്. ഈ കാണുന്ന വെള്ളത്തിന് 150 രൂപ. ചെറുത് അല്ലേ? ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇവിടെ വാടക കൂടുതലായിരിക്കും, പറയാൻ പറ്റൂല. എന്നാ ജനമാടാ ഇവനെ. എന്തോരം പേരാ ഇവിടെയൊക്കെ. ഒരു പ്രത്യേക രീതിയിലുള്ള കാഴ്ചകളാണ്. യുവതലമുറയിൽപ്പെട്ട വീഡിയോ കാണുന്നവർക്ക് നല്ല കാഴ്ചകൾ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ ലിവിനെ? ഗൈസ് നോക്കൂ, ഇതിലെയാണോ ഇറങ്ങണ്ടേ, ഇതിലെയാണോ ഇറങ്ങണ്ടേ ഞാൻ കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷെ ചെരുപ്പ് ഊരണമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെരുപ്പ് ഊരണം. ഇവിടെ ഇങ്ങനെ അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ എന്തായാലും പോവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കുഞ്ഞു പിള്ളേരൊക്കെ മറ്റേ ഇത് ഇടുന്നുണ്ട്. അല്ലല്ല, നമുക്ക് ഇടണ്ട കേട്ടോ. പിള്ളേർക്ക് ഇടണ്ടായിരിക്കും. ആണോ? നമുക്ക് ചെരുപ്പ് ഒരു കൈ പിടിക്കാം. ഇവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി എണീറ്റ് പോയി. കമാൺ ഗൈസ്, ഫൈനലി ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഷൂ ഊരി. ആചാരങ്ങൾ എപ്പോഴും നമ്മൾ പാലിക്കണം. ഇത് ഉപ്പുള്ള കേട്ടോ. അതുകൊണ്ട് ഉപ്പായത് പാൻസ് എന്തായാലും മാറ്റേണ്ടതല്ലേ? ഈ പാൻസ് മടക്കുന്നുണ്ടാ മടക്കി ഉപ്പാ. എന്തായാലും എനിക്ക് വിഷയമല്ല. രണ്ടും കൽപ്പിച്ച് ഞാനും ലിവിനും ഇറങ്ങുവാണ്. ഇത് പിടിച്ചോളൂ. അല്ല, ഇവിടെ വെച്ചിട്ട് പോയി. നമ്മൾ തിരിച്ചു കയറി വരുന്നു. പോവാ വഴിക്ക്. ഇവിടെ ആൾക്കാർ വെച്ചിട്ട് പോകുന്നുണ്ട്. ഇവിടെ വെച്ചാൽ മതി. ഇല്ല, നീ ഇവിടെ വെക്ക്. താഴെ വെക്ക്. അവിടെ താഴെ വെക്കടാ. ഇവിടെ വെക്ക്. അവിടെ വന്നിട്ട് എടുക്കുക. ആരും നമ്മുടെ ഷൂ എടുക്കൂല. നമ്മുടെ ഷൂ എടുത്ത് പിന്നെ അതോടുകൂടി അവൻ ഷൂ കക്കലിൽ നിർത്തും. നമുക്കേ ഇങ്ങനെ ഇറങ്ങിപ്പോയാലോ. അപ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷം കിട്ടും. ലിബിൻ അതിലിറങ്ങി വരുന്നുണ്ട്. ഞാൻ നേരത്തെ ഇതിലെ ചാടി കേട്ടോ. അല്ലെ, എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ചാടി. ഗൈസ്, എന്താ ജനം, എന്താ ആള്, എന്താ പേര്. ലിബിനെ, ഞാൻ തെന്നിച്ചുണ്ട്. ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടോ. വീഴുവാണെങ്കിൽ വീഴട്ടെ. ഒരു സ്മെല്ലുണ്ട് കേട്ടോ. ഒരു നക്കി നോക്കാനും പറ്റില്ല. കാരണം ഇത്രയും ആൾക്കാർ പോകുന്നുണ്ട്. എടാ, ഈ കുഴിക്കാതെ ചവിട്ടിച്ചോട്ട് നീ പറഞ്ഞോലെ പാൻറ് കയറ്റി വെച്ചേക്കാം. അതായിരിക്കും എല്ലാം മുൻകൂട്ടി കണ്ടു കേട്ടോ. പാൻറ് കയറ്റി വെക്കാം കേട്ടോ. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻറ് നശിക്കും. ഒന്നാമത് ഞാനിത് സർപ്ലസിൽ നിന്ന് മേടിച്ചാ. അപ്പം ഞങ്ങൾ പുതിയ ഡിസൈനും ആക്കി കണ്ടോ. 1 2 കാല് ചവിട്ടി കഴിക്കട്ടോ. കാല് ചവിട്ടി കഴിക്കണം. അവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് കഴുകാം. ഒരു പ്രത്യേക രസമാട്ടോ ഇത് കാണാൻ വേണ്ടി. പലരും മടുത്തിട്ട് എടുത്തോണ്ട് പോകും. പിന്നെ ഇത് ഒന്നും തന്നെയല്ലേ ഉള്ളൂ ലോകത്ത് ഒരെണ്ണല്ലേ ഉള്ളൂ. അങ്ങനെ തോന്നുന്നു. ഒരു പ്രത്യേക മണം ഉണ്ട് കേട്ടോ. ഈ കാണുന്ന വെള്ള സാധനത്തെ പിടിച്ച് പോവാണെങ്കിൽ വീഴുവൊന്നുമില്ല, പല്ലിന്റെ എണ്ണം കുറയൂല, കൂടൂല. പക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ, വേറെ ആൾക്കാർ വന്ന് നമ്മുടെ ദേഹത്തോട്ട് വീഴാൻ നോക്കണം. അതൊരു യാഥാർത്ഥ്യം കേട്ടോ. ഒരു താറാവിനൊക്കെ പ്രത്യേക വെള്ളം കൊടുക്കൂലേ, എന്നിട്ടൊരു മണമില്ല. ആ മണം കേട്ടോ. എല്ലാവരും ഇതിനകത്ത് ഇറങ്ങി നടക്കുക. ഇത്രയും പേര് ഇറങ്ങിയതുകൊണ്ട് നമ്മൾ ഇറങ്ങാൻ ബുദ്ധി. നമുക്ക് താഴോട്ട് പോവാം. ആള് കുറഞ്ഞ സ്ഥലത്തോട്ട്. ഇവിടെയൊക്കെ ആൾക്കാർ കൂടുതല. ആൾക്കാർ കുറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നമുക്ക് തടിക്കുന്നല്ല കേട്ടോ. എന്താ ജനം ഇത് കാണാൻ വേണ്ടി. അവിടെയൊക്കെ ആൾക്കാർ കിടക്കുന്നുണ്ട്. പക്ഷെ ഇത്ര ആൾക്കാർ കുളിക്കുന്ന സ്ഥലത്ത് നമ്മൾ കുളിക്കുന്ന അത്ര ബുദ്ധിപരമായ നീക്കമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതെന്താ ഇത്? അവൻ ഇന്ത്യക്കാരൻ തന്നെ. വേറെ ആളെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുന്നുണ്ടോ? വെരി ഗുഡ്. ഇതിലൊന്നും വലിയ നടക്കാൻ വലിയ പ്രയാസമൊന്നും കാണുന്നില്ല കേട്ടോ. അങ്ങനെ വീഴാനുള്ള സംവിധാനമൊന്നും കാണുന്നില്ല. ഇങ്ങോട്ടായിരിക്കും പോകണ്ടേ. ഒരെണ്ണത്തിന്റെ വരമ്പിൽ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ചില സ്ഥലത്തെ വെള്ളത്തിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള എന്തുണ്ട്, തണുപ്പുണ്ട്. ചില സ്ഥലങ്ങളിൽ അതില്ല. ഇവിടെയൊക്കെ ഫസ്റ്റ് കളവായതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആളുണ്ട്. നീ എവിടെ പോയി കിടക്കുക? നിന്നെ കാണുന്നില്ലല്ലോ. എന്നെ ഇപ്പൊ ഒരു ചേട്ടൻ ചേച്ചിയാണെന്ന് കയ്യെ പിടിക്കാൻ വേണ്ടി ഞാൻ മാറി അവിടെ നൂറ്റടിയാ നോക്കിയാ നോക്കൂ മാറിപ്പോയതാ. അപ്പൊ ഞങ്ങൾ ഇതിലേ നടന്നു വരാം കേട്ടോ. ഇത് വലിയ റിസ്ക് ഇല്ലാത്ത സ്ഥലമാണ്. തിരിച്ചു വരുമ്പോ വെള്ളത്തിൽ കൂടെ നടന്നാലോ? നമുക്ക് ഇത് മതി ഇടാ ലിവിനെ. ഇതാകുമ്പോൾ നടക്കാൻ നല്ല രസമാണ്. അങ്ങോട്ടങ്ങോട്ട് ചെല്ലാൻ നേരത്ത് വലിയ ഇതൊന്നുമില്ല കേട്ടോ. അതായത് വലിയ തിരക്കില്ല. മേളിലാണ് തിരക്ക് താഴെ കൂടെ അല്ലേ? ഇവിടെയാണ് തിരക്ക് മൊത്തം. പക്ഷെ ഈ ഒരു വശത്തോട്ട് നിങ്ങൾ നോക്കിയേ, വലിയ തിരക്കോ കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നുമില്ല. ഇതുകൊണ്ടോ പാവപ്പെട്ട പുള്ളിക്കാരി അറിയാതെ കയറിയും പോയി. ഇപ്പം വേറെ വഴിയൊന്നുമില്ല ഇങ്ങോട്ട് കയറി വരാൻ. കാലിന് നല്ല പെയിൻ എടുക്കും. ചെരുപ്പില്ലാതൊക്കെ വീട്ടിൽ കൂടെ മീൻസ് ചെരുപ്പിട്ട് മാത്രം നടക്കുന്നവരില്ലേ, അവർക്കാണ് ഇതൊക്കെ പാട്. ചെരുപ്പിടാതെ നടന്ന് പഠിച്ചവർക്കൊന്നും ഇതൊന്നും വലിയ സംഭവമുള്ള കാര്യമല്ല കേട്ടോ. അതുകൊണ്ട്
ടെൻഷൻ അടിക്കണ്ട. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിന്നൊരു ഫോട്ടോ കിച്ചിയാലോ. എന്റെ നല്ല കാലങ്ങളിൽ ഇവിടെയൊക്കെ ഇതേപോലെ വരുമായിരിക്കും, ഇവിടെയൊക്കെ ഫുൾ ഇതേപോലെ വരുമായിരിക്കും. പക്ഷെ ഇതിപ്പോ ഇതിന്റെ നല്ല കാലമാണോ ഏത് കാലമാണോ? ഇല്ല, കാലം കഴിഞ്ഞവനെ. കാലം മീൻസ് കാലം എന്ന് വെച്ചാൽ മഴ പെയ്യണം. മഴ പെയ്താലാണ് ഇത്ര സെറ്റപ്പ് പെയ്യുക. അതായത് അപകട സാധ്യത ഇച്ചിരി കൂടുതലാട്ടോ. മീൻസ് പല സ്ഥലത്തും ഇതേപോലെ ഇത് കണ്ടോ, കൈവരിയും കാര്യങ്ങളൊന്നും തുഞ്ചത്തൂടെയാണ് നടക്കേണ്ടത്. അങ്ങനെ തുഞ്ചത്തൂടെ നടക്കാൻ നേരത്ത് സമയം നല്ലതല്ലേ, ചെറിയ സ്ഥലത്തുനിന്ന് വീണാ മതി, കൈയും കാലും ഒക്കെ ഓടിക്കുക. സമയം നല്ലതാണ്, സ്ഥലത്തോട്ട് പടപടപടയെന്ന് പറഞ്ഞ് പോകും. കൂടുതലും ആൾക്കാർ ഇവിടെ സ്പെൻഡ് ചെയ്യുക കേട്ടോ, നല്ല സമയം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഏതാ കണ്ടോ, ഇതിന്റെ അകത്ത് കുളിക്കുന്നവരുണ്ട്. ഇവിടെ എല്ലാ സാധനവും കിട്ടും, കുളിക്കുന്ന മേടിക്കാനുള്ള ബിക്കിനിയും കിക്കിനിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന ആൾക്കാർ സുഖമായിട്ട് എന്റർടൈൻമെന്റ് ചെയ്യാം. ഇത് തുർക്കിയിലെ കണ്ടിരിക്കേണ്ട, അതായത് കപ്പഡോക്കിയ, ഇത് ഈ രണ്ട് സ്ഥലമാണ് തുർക്കിയില് നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലം. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ടാണ് വരുന്നത്. ഗൈസ് ഇതിപ്പോ 3-4 കഴിഞ്ഞാട്ടോ വന്നാക്കുന്നത്. ഇതിന്റെ അപ്പുറം ഒരെണ്ണമുണ്ട്, അതിന്റെ അപ്പുറം ഒരെണ്ണമുണ്ട്. അതും കഴിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ വന്നാക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ട്, പക്ഷേ ഭയങ്കര തിരക്കാണ്. അങ്ങോട്ടുള്ള കളങ്ങളിലേക്ക് കുറയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ താഴോട്ടുള്ള കളങ്ങളിലേക്ക് പോവാട്ടോ. ഞങ്ങൾ ഈ ഒരു ഭാഗത്തെത്തി. അതായത് ഇതിങ്ങനെ കിടക്കുവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ താഴേന്നാണ് നടന്ന് വരണ്ടേ. അപ്പൊ ഇതേപോലത്തെ ഓരോ കളം കിട്ടും. ആ കളം നോക്കി ഇങ്ങനെ പോയാൽ മതി. വേറെ ഏതാ ഭാഷ, അവിടെ ഒരു 5-6 കളം. ചെമ്മീൻപാടം പോലെ ഉണ്ടല്ലേ? സത്യം അല്ലേ? കളിയാക്കിയതല്ല, ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഗൈസ് നോക്കൂ, എന്തായാലും വളരെ സൂപ്പർ ആയിരിക്കുന്നു. ഇതിനകത്ത് ഇറങ്ങി ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്. അവിടെയും അതേപോലെ തന്നെ തട്ടായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ, അവിടെയും സെയിം അതേപോലെ തന്നെയാണ്. നമുക്ക് ഇനി അങ്ങനെ നടന്നു പോവാം. അങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ്. ഗൈസ് നോക്കൂ, എല്ലാവരും കണ്ടമാനം വരുന്ന ഒരു സ്ഥലമാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. കപ്പഡോക്കിയ ഈ സ്ഥലം സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് നമുക്ക് ഇതിനകത്ത് കുളിച്ച് വളരെ ഇതിൽ നടന്ന് പിന്നെ ഇവിടെ കുറെ ഹിസ്റ്റോറിക്കൽ സ്ഥലമൊക്കെ കണ്ട് വളരെ എന്റർടൈൻമെന്റ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു ഏരിയ ആണ്. അത് 100% വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അല്ലേ? സൂപ്പർ അല്ലേ? സൂപ്പർ ആയിരിക്കും. ഇച്ചിരി വെയിലും പിന്നെ എനിക്ക് തോന്നുന്നു കുറെ കളത്തിലും കൂടെ വെള്ളം ഉണ്ട്. കണ്ണ് കാണാത്ത അല്ലല്ല, അതായത് കുറെ കളത്തില് വെള്ളം ഉണ്ട്, കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ആ ഡ്രോൺ ഷോട്ടിലൊക്കെ ഏകദേശം മനസ്സിലാക്കാണ്. പിന്നെ സാധനം ഡ്രോൺ ഷോട്ടൊക്കെ പിടിക്കാനാണ്. എനിക്ക് നേരത്തെ ഇവിടെ പറഞ്ഞ സമ്മതിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ എന്തോ വിഷയമുണ്ട്, അതായിരിക്കും സംഭവം. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടോ? നമ്മൾ നടക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതേപോലെയുള്ള വെളുത്ത സ്ഥലത്തൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ ഇല്ലേ, ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂൾ. ഇവനെ ശ്രദ്ധിക്കണേ, ഇതുണ്ടോ ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂൾ പോലത്തെ സെറ്റപ്പാണ്. ഇത് എന്നാ തൊട്ട് നോക്കട്ടെ. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ TV അല്ലേ? അല്ലടാ, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഒരു സൈസ് പൂളുണ്ട് ഇപ്പൊ. ആണോ? ഇത് കണ്ടോ, ഇതിങ്ങനെ ഒലിച്ചൊലിച്ചിറങ്ങിയാക്കും. ഇത് എന്നാ ഇത് ഒരു പ്രത്യേകതരം ലാഭകം. എന്റെ വളയുണ്ടായിരുന്നു, അത് വെച്ച് ഇടിച്ചു പൊളിക്കാൻ. ഇടിച്ചിട്ടുണ്ട്, അവർ ഇടിച്ചോണ്ട് കൊണ്ടുപോകുകയും ചെയ്യും അല്ലേ? ഇതുണ്ട്, ഇതേപോലെ ഇങ്ങനെ നടക്കാം. ഇങ്ങനെ നടന്ന് നമുക്ക് എന്തോരം വേണം പോവാം. എന്റെ കാലൊന്ന് വൃത്തിയാക്കണം. ഇവിടെ കാലും മൊത്തം പ്രശ്നം. ഉരയ്ക്കുന്ന പോലെ തിരിയരുത്. ആൾക്കാരൊക്കെ ഇവിടെ കുളിക്കാൻ നോക്കുന്നത്. ഞങ്ങളൊക്കെയാണ് ഇവിടെ കാലൊക്കെ കഴുകി ഒന്ന് ഫ്രീ ആയിട്ട് പോവാന്ന് വിചാരിക്കുന്നത്. കുളിക്കണം. എന്തോരം ആളാടാ വരുന്നത്. എല്ലാവരും താഴെ കൂടെ കയറി വരുന്നത്. നമുക്ക് അറിയാം, നമ്മൾ പൊട്ടത്തരം കാണിച്ചു താഴെ കൂടെ കയറി വരുന്നത്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാട്ടോ. പക്ഷെ നമ്മൾ താഴെ കൂടെ പോയാൽ നമുക്ക് ഡ്രോൺ ഷോട്ട് എടുക്കാൻ പറ്റൂല. താഴെ ഉടൻ തന്നെ പിടിക്കും. സൈഡിൽ കയറേണ്ട കാരണമാണ് നമുക്ക് അതിന് പിടിക്കാതെ. ഇതല്ലാതെ ലിവിനെ നമുക്ക് ആ സൈഡ് വരെ പോകട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അങ്ങോട്ട് കുറച്ചും കൂടെ സ്ഥലം കാണാനുണ്ട് കേട്ടോ. അത് ഞാൻ മറന്നുപോയി. നമ്മളിപ്പോൾ ഇവിടുന്ന് കയറി പോയത് പൊട്ടത്തരായി പോയാൽ. ഈ വശങ്ങളിലേക്ക് വരാൻ നേരത്ത് വലിയ തിരക്കില്ല. മേൽഭാഗത്താണ് തിരക്ക്. കാരണം അവിടുന്ന് ഓരോ ആൾക്കാർ നടന്ന് താഴോട്ട് വരുന്നില്ല. താഴെ നിന്ന് മേളിലേക്ക് ആൾക്കാർ പോകുന്നില്ല. അതുകൊണ്ട് ഇങ്ങ് വശത്തോട്ട് ഇതുണ്ടോ, ഈ കാണുന്ന സൈഡിലേക്കൊന്നും അത്ര വലിയ ആൾക്കാരുടെ സംഭവങ്ങൾ കാണാനില്ല. എങ്ങോട്ട് നോക്കിയാലും വെളുത്ത് വെള്ളന്നിരിക്കുന്ന സ്ഥലം. ഇത് എനിക്ക് ഈ സ്ഥലമൊക്കെ എനിക്ക് ഇങ്ങനെ ഒരു സൈസ് പ്രത്യേക ഒരു ഇൻഫിനിറ്റി പൂള് ആ സെയിം സെറ്റപ്പാണ്. ഇതുകൊണ്ട് കാലൊക്കെ കഴുകിക്കഴിഞ്ഞാൽ കാലൊക്കെ വെളുക്കൂന്ന് ഞാൻ എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇന്ന് എല്ലാം മാറേണ്ടതാണ്. അതുകൊണ്ട് ചെളിയായാലും വലിയ കുഴപ്പമൊന്നുമില്ല. വാടാ ലിപിയെ, വിത്തൗട്ട് ചെരുപ്പിൽ വണ്ടിയെ കയറുന്നതായിരിക്കും ബുദ്ധിപരമായി നീക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നിനക്ക് എന്നാ തോന്നുന്നത്? എനിക്കും തോന്നുന്നു വിത്തൗട്ട് ചെരുപ്പ് കയറുന്ന കേട്ടോ നല്ലത്. ഒന്ന് കാല് തുപ്പായിരിക്കും അവനെ. നന്നായിട്ട് കാലും ഫ്രഷ് വാട്ടർ കഴുകിയിട്ട് ഷൂവും കാലൊക്കെ ഇടുന്നതായിരിക്കും. നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് തുർക്കിയിൽ കേട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ അടുത്ത സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെണ്ണം ഇങ്ങനെ കാണാൻ പറ്റും. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ വെള്ളമില്ലല്ലോ, അതില്ലല്ലോ, ഇതില്ലല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ച് നിൽക്കുമായിരുന്നു. ആ സമയത്താണ് ഈ പറഞ്ഞ ഒരു സംഭവം അവിടെ ഉണ്ടായിരിക്കുന്നത്. അതായത് സത്യം പറയുകയാണെങ്കിൽ പിന്നെ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഞങ്ങൾ വിചാരിച്ചു പിന്നെ ഇവിടെ ഒന്നും ഉണ്ടാവൂല എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ഇവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ആൾക്കാരും ഉണ്ട്, നല്ല രീതിയിൽ വെള്ളം ഉണ്ട്. മനസ്സിലല്ലേ മേടിൽ കൂടെ എന്തിനാ വെള്ളം വിട്ടേന്ന്? നമ്മള് പൊട്ടന്മാരാ, അവിടെ ഇറങ്ങി വരണായിരുന്നു. മേളിൽ ചെന്നിട്ട് ഒന്നുമില്ല പറത്തി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്ര ഉണ്ടെന്ന് മനസ്സിലാക്കി. പറഞ്ഞപ്പോൾ ഞാൻ ഈ സൈഡ് ഞാൻ മേളിൽ നിന്ന് കണ്ടായിരുന്നു, ഈ സൈഡ് ഞാൻ കണ്ടില്ലായിരുന്നു. ടൂറിസ്റ്റുകൾക്കുള്ള ചാലെന്ന് വെച്ചാൽ ഈ ചാലായിരിക്കും. ഇൻഫിനിറ്റി പൂള് പോലെയാണ് പല TV അല്ലടാ. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ പൂളിന്റെ മേലിൽ കൂടെ വെള്ളം ചാടിപ്പോലെ. അതിനാണ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഇൻഫിനിറ്റിയുടെ ശരിക്കും അർത്ഥം നിനക്കറിയാവോ? എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞ കറക്റ്റാടാ. ഐസ് നോക്കിയതുകൊണ്ടോ ഇത് ഇങ്ങനെ കിടക്കുവാണ്. എന്തായാലും നമ്മൾ വന്നത് ഇത് കണ്ടോ, ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഇവിടുന്ന് വേണം ഇനി തിരിച്ച് അവിടം വരെ എത്തിയിട്ട് നമുക്ക് വണ്ടിയുടെ അടുത്തോട്ട് പോകാൻ വേണ്ടി.
വളരെ മനോഹരമുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അപ്പൊ നമ്മൾ ഇനി ക്യാമ്പർ പാർക്കിലേക്കാണ് പോകുന്നത്. യൂറോപ്പിലേക്ക് കയറുന്നതിന്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വിളിക്കണം. ഒന്ന് പോലീസുകാർ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ, പിന്നെ അവർക്ക് കൈ കൊടുക്കണം, ഹലോ പറയണം. അപ്പം മുഖമെല്ലാം വൃത്തിയാക്കി കുളിച്ച് ഡ്രസ് എല്ലാം വണ്ടി വൃത്തിയാക്കാണ്ട് വണ്ടിയിൽ കുറച്ച് വയറിങ് ചെയ്യാണ്ട് വണ്ടിയുടെ കുറച്ച് അതായത് പച്ചക്കറി സാധനങ്ങൾ എടുത്ത് കളയണം. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കയറാൻ നേരത്തെ വെജിറ്റബിൾ അതുപോലുള്ള ഒരു സാധനം സമ്മതിക്കുന്നത് അല്ല. യെസ് ഗൈസ് നോക്കിയേ, പിന്നെ വേറെ ഇവിടുന്ന് ആൾക്കാർ ഇതാ നടന്നു വരുന്നു. ഇവിടെ ഞങ്ങൾ ഇടുന്നില്ല, കാരണം അവിടെ വലിയ പിന്നെ പാർക്കിംഗ് സംവിധാനം മാത്രമേ ഉള്ളൂ. വേറെ WCO കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ WC ഇല്ലാത്തതുകൊണ്ട് വലിയ കഷ്ടമായ കാര്യമാണ്. വളരെ കഷ്ടപ്പെട്ടാണ് ആളുകൾ കയറി പോകുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട് നമുക്ക് ഓരോ ദൃശ്യത്തിൽ നിന്നും. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഫ്രണ്ടിലേക്ക് പോവാട്ടോ. ഫൈനലി ഞങ്ങൾ ഇതിന്റെ മേളിലേക്ക് എത്തി. ഞങ്ങളുടെ ഷൂ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. വണ്ടി ചെന്ന് ചെരുപ്പിടാന്ന് വിചാരിച്ചോട്ടോ. സാരി ഉടുത്തൊരു ചേച്ചി, തമിഴ്നാട്ടുകാരിയാണോ മലയാളിയാണോ തമിഴ്നാട്ടുകാരിയാണോ അറിയത്തില്ല. ഒരു ചേച്ചി അവിടെ ഇരിക്കുന്നു. എന്താന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ, ഈ നാട്ടുകാരാന്നുള്ളത്. എന്തായാലും ഫൈനലി നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാം. ഇനി വണ്ടിയുടെ അടുത്ത് പോയിട്ട് കാണാം കേട്ടോ. ഗൈസ്, ജീവിതത്തിൽ ആദ്യമായിട്ട് മിസ്തിബുഷിയുടെ ബസ്സൊക്കെ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത് മാന പിന്നെ ഓൾബ അങ്ങനെയുള്ള സംഭവം. ബസ് ഉണ്ടായിരുന്നു. വണ്ടി കഴുകുന്ന സാധനം ഈ വണ്ടിയുടെ ഗ്ലാസ് അടിച്ചടിച്ച് കഴുകിയെടുക്കും. വെള്ളം സോപ്പും ഫ്രീ ആണോ? ഇതുണ്ടോ, ഇതേപോലെ പ്രാണികളാണ് വിഷയം. നമ്മുടെ വണ്ടിയും ഇതേപോലെ ചെയ്യണം. ഇവർ ഇത് എവിടുന്ന് എടുക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. സോപ്പ് ഇവിടെ ആയിരിക്കും സംഭവം. ഇതിങ്ങനെ അടിച്ചടിച്ച് കഴുകും തോന്നുന്നു. അതേടാ ഇവനെ പ്രത്യേക തരത്തിലുള്ള സാധനം കേട്ടോ. നമുക്ക് വണ്ടി എടുത്തോട്ട് പോവാം. ഗൈസ്, ഫൈനലി നമ്മുടെ വണ്ടി ഇതാ ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് ഇനിയിപ്പോ അത് എടുത്തോണ്ട് നേരെ ഈ കാണുന്ന ഇവിടെ എവിടെയും കൊണ്ടുപോകാം. സൈഡിൽ കൊണ്ടുപോകണേ ഒന്നും അർപ്പിക്കായിരുന്നു അല്ലേ ഗൈസ്. നമുക്ക് ഇച്ചിരി വെള്ളം കിട്ടുമോ നോക്കട്ടെ കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലും മൊത്തം പ്രാണി അടിച്ച് നശിച്ചിരിക്കുവാണ്. ഫൈനലി ഞങ്ങൾ ഈ അപ്പാപ്പനോട് ചോദിച്ചു വഴി തരുമെന്നില്ല. ഇവനോട് ആദ്യം പറഞ്ഞ് തരൂല എന്ന്, പിന്നെ തരാന്ന് പറഞ്ഞു. കണ്ട പുള്ളിക്കാരൻ ചിരിയോട് ചിരിയാ. ഞാൻ ഇത് പിടിച്ചോ, ഞാൻ ചെയ്തോളാം, എനിക്ക് കറക്റ്റ് അറിയാം. ഇത് പിടിച്ചോ, ഗ്ലാസ് മാത്രമേ ചെയ്യുള്ളൂ മേടിച്ചു. ഗൈസ്, ഈ കാണുന്ന ഗ്ലാസ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇത് പ്രാണി അടിക്കും കേട്ടോ. ഇത് കൂടെ പറഞ്ഞാൽ നമുക്കും മേടിക്കണം കൂടാ. ഇത് കൂടെ പറഞ്ഞാൽ നമുക്കും കൂടെ നല്ല സാധനം. ഗൈസ്, നമുക്കും കൂടെ മേടിക്കണം. ഇത് എന്നാണ് ഇത് ഇത് അടിച്ചുവാരിയാണ്. ഇതേ ഈ പ്രാണി ഇതിന്റെ അകത്തുള്ളത് അങ്ങ് മാറിക്കിട്ടും. ഗ്ലാസ് നല്ല ക്ലിയർ. പിന്നെ ഇന്ന് തന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഈ സാധനം മേടിക്കണേ. കമ്പാണ് എവിടെ എടുത്തു നോക്കും അല്ലൊക്കെ നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുകൊണ്ടോ വണ്ടി അലമ്പായി നശിച്ച് കിടക്കുവാണ്. ഫുള്ള് ഇതുകൊണ്ട് അങ്ങോട്ട് വൃത്തിയാക്കി എടുക്കും. വേറെ തുടക്കല്ലേ, ഗ്ലാസ് മാത്രം ഉള്ളതെന്ന് പറഞ്ഞു മേടിച്ചു. ആയിക്കോട്ടെ. ആദ്യം ഇല്ലെന്ന് പറഞ്ഞു, പിന്നെ അവിടെ നിന്ന് കുറെ കഴിഞ്ഞപ്പോ അവർക്ക് തന്നു. താങ്ക് യു. ഇന്ത്യ 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 ഗൈസ്, ആ സാധനം കൊടുത്തു. അപ്പൊ അടുത്ത സാധനം തന്നു കേട്ടോ. നിലത്തിറക്കരുത് ഗൈസ്, ഇത് ഇങ്ങനെ വടിക്കാം. വടിക്ക് എല്ലാ പരിപാടിയും പോരും. എന്നെ വലിയ കമ്പിലാക്കണം ഇവനെ, എന്നാലേ കാര്യമുള്ളൂ. ക്യാരി ചെയ്യാൻ പറ്റുമല്ലോ. ആഹാ, അടിപൊളി. ഇനി നമ്മള് ചെറുതെടുക്കാം. അല്ല, ഈ സൈഡാ മെയിൻ. വീഡിയോ എടുക്കാൻ പറ്റിയല്ലോ കേട്ടോ. ഭയങ്കര പ്രശ്നമായിരുന്നു. കുഴപ്പമില്ല, ഈ വെയിലില്ല, കുഴപ്പമില്ല. സാധനം മേടിച്ചോണ്ടല്ലോ വണ്ടി സിമ്പിൾ ആയിട്ട് കഴുകാം കേട്ടോ. ഒരു 5 മിനിറ്റ് പോലും വേണ്ട. ആ സാധനമല്ല, ഒരു ബക്കറ്റ് വെള്ളം മതി, സ്വന്തം കഴുകിയെടുക്കാം. അപ്പൊ ഗൈസ്, ഇനി നമ്മുടെ കൊച്ചു സാധനം എടുത്തട്ടെ. നേരെ അത് വെച്ചിട്ട് പഠിക്കാൻ വേണ്ടോ. ഫൈനലി നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ക്യാമ്പർ സൈഡിലേക്ക് പോവാണ്. ഇതേ ഈ കാണുന്ന വഴി കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. കാരണം ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടുന്ന് ലോങ് യാത്രയാണല്ലോ നാളെ. അപ്പൊ ആ ലോങ് യാത്ര ആയതുകൊണ്ട് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തെല്ലാം വൃത്തിയാക്കി നീറ്റാക്കി വേണം പോകാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാണുന്ന ക്യാമ്പർ സൈഡിലേക്ക് 2-3 എണ്ണം ഉണ്ടായല്ലോ. ഉള്ളതിൽ തമ്മിപ്പേദം തൊമ്മൻ ഒരെണ്ണം കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു. അങ്ങോട്ടാണ് പിടിക്കുന്നത് കേട്ടോ. വലിയ ഹോട്ടലും ക്യാമ്പിംഗ് സൈറ്റും ഉണ്ട്. ഇതാ സാധനം, നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ. ഇതിലേതാ എൻട്രി? ഇതിലല്ല, സായിപ്പിന്റെ വണ്ടി അങ്ങോട്ടാ പോകുന്നുണ്ട്. ഇതുണ്ട്, അതാ സംഭവം. അതല്ലേ പൂള്? പൂളില്ല, വെള്ളമില്ല. കുമ്പിക്കൽ പ്രസ്ഥാനമാണോ അത്? എനിക്ക് തോന്നുന്നു മഞ്ഞായതുകൊണ്ട് ഊരി വിട്ടതാണോ. സായിപ്പിന്റെ വണ്ടി ഇങ്ങോട്ട് വളരെ തല്ലിപ്പൊളി. ഇതിപ്പോ വലിയ പെട്രോൾ പമ്പിലും പോയി കിടക്കുന്നു. പാർക്ക് എന്ന് വെച്ചാൽ നമ്മൾ അന്ന് വന്ന പാർക്കായി. പാർക്ക് ക്യാമ്പിംഗ് എന്ന് അങ്ങോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അയ്യേ, തല്ലിപ്പൊളി. ചിലപ്പോ ഇതിന്റെ പുറകിലാണോ ക്യാമ്പിംഗ്? വെറുതെ ഇത്രയും പൈസ കൊടുത്ത് കിടക്കുന്നത് ഞങ്ങളിപ്പോ എല്ലാ ദിവസവും ഭക്ഷണം വെക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ വണ്ടിയിലെ സാധനങ്ങൾ കുറച്ച് തീർന്നത്. ടിഷ്യൂ, നമ്മുടെ ടിഷ്യൂ തീർന്നില്ലേ? നീ യൂറോപ്പിലേക്ക് പൈസ കൊള്ളാം. നാളെ വലിയ പർച്ചേസ് വണ്ടി നടത്താൻ വേണ്ടി പോകുന്ന കേട്ടോ. ദൂരെ സാധനം 2 ഉള്ളി. ഇത് സാധാ കോഴിയെ ഗൈസ് നോക്കൂ. നേരെ നമുക്ക് പോലെയുണ്ട്. ഇത് ഒറിജിനൽ കോഴിയാ. അതെ, കുറച്ച് കോഴി. അത് ഗൈസ് നോക്കൂ, ഇത് ഒറിജിനൽ കോഴി കേട്ടോ. നമുക്ക് പറഞ്ഞല്ലോ, നോക്കിയാക്കാം. അതെ, കോഴി തന്നെയാണ് സംഭവം. നോക്കൂ, നമ്മൾ ക്യാമ്പർ സൈറ്റിൽ ഇട്ടിട്ട് നാളെ പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ അവിടുത്തെ ക്യാമ്പർ സൈറ്റ് ഒക്കെ ടെമ്പററി ക്ലോസ്ഡ് ആണ്. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി തന്നെ നമുക്ക് യൂറോപ്പ് കയറാന്നുള്ളൂ. അപ്രകാരം നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഈ കാണുന്ന ഹൈവേ കൂടിയാണ് നമ്മൾ പോകേണ്ടത്. ഇത് അങ്ങ് കാണുന്ന ആ വെളുത്തിരിക്കുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടൊരു കാഴ്ച, ഈ കാണുന്ന ഇവിടെ നല്ല ചുമന്ന പൂക്കളുണ്ട് കേട്ടോ. ഇത് എന്ത് പൂവാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അല്ലടാ പൂ മോനെ, അല്ലേ? 2 ഇവിടെ കൃഷിക്കായിട്ട് ഇവിടെയുള്ള ടാങ്കുകള് തലം ഉഴുത് നിരത്തി ലെവലാക്കി എടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതായത് ഫുള്ള് ഉഴുത് ഇതിന്റെ അത് വെള്ളം കയറ്റിവിടും. നമുക്കിനി പോകുന്ന വഴിക്ക് ഇതേപോലത്തെ ഉള്ള ബ്യൂട്ടിഫുൾ കാഴ്ചകൾ കാണാൻ പറ്റില്ല. കൂട്ടിയാണ് ഇത് കൂട്ടൊരെണ്ണം കിട്ടുക. മോഡിഫൈ ചെയ്യായിരുന്നു അല്ലേ? ആ മോഡിഫൈ ഒന്നും ചെയ്യണ്ട. ആ ട്രക്ക് ഇത് എന്താ രസം? ഈ പച്ചയല്ലേ? ഇനി യൂറോപ്പിലേക്കൊക്കെ പോകാൻ നേരത്തെ എല്ലാരും ടാറ്റ ഇടുന്നു കേട്ടോ.
ന്യൂ ഹോളണ്ട് എന്ന് പറഞ്ഞൊരു പിന്നെ ട്രാക്ടറാണ്. അതിന്റെ അപ്പാപ്പൻ കൈയൊക്കെ ഞങ്ങൾക്ക് തന്നു. അപ്പൊ ഇനിയിപ്പോ നമ്മളൊരു പെട്രോൾ പമ്പ്, ഷെല്ലിന്റെ പെട്രോൾ പമ്പ് അവിടെ നിർത്തി ഇറങ്ങിയിട്ട് ഇറങ്ങിയാലോ അതായത് നമ്മൾ ഇനി ഒരു ഷെല്ലിന്റെ പമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ വണ്ടി നിർത്തി ഭക്ഷണം കഴിച്ച് ലെവലായിട്ടാണ് നമ്മൾ യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പൊ ഫ്രണ്ടിൽ അത് കിട്ടണം. ഇവിടുന്ന് പോകാൻ തോന്നില്ല കേട്ടോ. അതിനടാ എല്ലാരും കൈ തരും. നാട്ടിലാണ് ഓടിച്ചിട്ട് പിടിച്ചിട്ട്. ഇതുണ്ട്. ഇതിന്റെ അകത്തും പിന്നെ ഇതേപോലെ തന്നെ ഓരോ ട്രാക്ടറുകള് ഇതേപോലെ നില ഉഴുക്കുന്നുണ്ട്. സീസൺ അല്ല ഇവിടെയും ഏറ്റവും കൂടുതൽ ധാന്യം കയറ്റുന്ന ഒരു സ്ഥലമാണിത്. ധാന്യം വെച്ചിട്ടുണ്ട് എന്നാ സാധനം എന്ന് അറിയാൻ പറ്റുമോ? അതായത് ഗോതമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ ധാന്യത്തിനെന്നാ പറയാം. ഗൈസ് നോക്കൂ, അതായത് ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് പോവാം. രണ്ട് കാര്യം പറയാം. നമ്മൾ നേരെ യൂറോപ്പിൽ കയറാൻ വേണ്ടി പോകണം. അവിടുത്തെ സാഹചര്യം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ സംഭവങ്ങൾ ഞങ്ങൾക്ക് അറിയില്ല. അവിടെ തന്നെ ബോർഡർ ഇൻഷുറൻസ് കിട്ടുന്ന പറഞ്ഞു. ഞങ്ങള് ഒലാഫ്ലൈ എന്ന് പറഞ്ഞ ഒരു ഇത്ര ദിവസം അരിയാലോ, പിന്നെ ഈ സിം വേറെ രണ്ട് ഈ സിം, ഒരു തുർക്സെല്ല്. ഇനിയിപ്പോ അങ്ങോട്ട് നമ്മൾ ഒലാഫ്ലൈ എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം നെക്സ്റ്റ് കൺട്രി ആയ യൂറോപ്പിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. നമ്മൾ ഇനി ഇവിടുന്ന് കണ്ടിന്യൂസ് വണ്ടി ഓടിക്കും കേട്ടോ. പിന്നെ മര്യാദയ്ക്ക് പണി എടുത്തോണ്ടിരുന്നവരാ, പണി വരെ നിർത്തിയവർ. അതിന് ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തി നേരെ പോയിട്ട് വെള്ളം മേടി. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് വെച്ചിട്ട് പോകുന്ന ചെന്നാലേ ഇന്ന് തന്നെ നമുക്ക് ബോർഡർ ഓടി പിടിക്കണം. ഈ കാണുന്ന ഷെല്ലിൽ നിന്നാണ് ഞങ്ങൾ ഈ സാധനം മേടിച്ചത്. ഞങ്ങൾ എപ്പോഴും ഷെല്ല് ഏറ്റവും വലിയ ഭാഷ അങ്ങ് പിടിച്ചു. അവിടെ വെള്ളമില്ല, നാങ്ങി ഭാഷ കൂടെ അങ്ങ് പിടിച്ചു. സാധനം കിട്ടി തന്നു. രണ്ട് വള്ളത്തിനും കൂടെ 80 രൂപ കേട്ടോ. നാട്ടിലത്തെ ഒരു 200 രൂപ എടുത്ത് നമുക്ക് ഭക്ഷണം വെച്ച് കഴിച്ചിട്ട് ഇനി ബാക്കി പരിപാടിയിലേക്ക് ഇറങ്ങാം കേട്ടോ. വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിടക്കട്ടെ കേട്ടോ, അതായിരിക്കും നല്ലത്. ഗൈസ് നോക്കൂ, നമ്മൾ നമ്മുടെ വണ്ടിയിൽ ഇതിപ്പോ ഏതും അവർ ഈ സാധനം വിൽക്കാതിരിക്കുന്നത് തന്നെ. ഇത് കിട്ടുന്നില്ലടാ, കിട്ടി ചാത്തന. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ വണ്ടിയുടെ ഭക്ഷണം വെക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇത് ഇവിടുത്തെ ഒരു ഗാർബേജ് കവറാണ്. ഇത് എന്നാ ഇത് എന്നാടാ? സൈഡായിരിക്കും. ആദ്യ രാത്രി സാരി അഴിച്ചുപോലെ ഇപ്പോലോ. സൈഡ് ഒരു പ്രാവശ്യം എനിക്ക് പണി കിട്ടിയത് ആദ്യമായിട്ട് ഈ സാധനം ഉപയോഗിച്ചപ്പോ. ഗൈസ് നമ്മുടെ ഡസ്റ്റ്ബിൻ ഇവിടെ വെക്കുക. നേരെ നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്ന സാധനം ചിക്കൻ കറി മാത്രം. കാരണം ഇന്ന് ഞങ്ങൾക്ക് വലിയ സമയമില്ല, അതുകൊണ്ട് പെട്ടെന്ന് പോകണം. അതുകൊണ്ട് കുറെ കറികളാക്കി കഴിഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ മഷ്റൂം, ചെമ്മീന്, പിന്നെ അതുപോലെ നല്ല കിടിലൻ, പിന്നെ ഇത് എന്തായിരുന്നു അങ്ങനെ കൂടിയൊരു സദ്യ പോലെയായിരുന്നു. ഇന്നിപ്പോ ഇല്ല. നേരത്തെ മേടിച്ചു വെച്ച കുറെ സാധനങ്ങൾ. ഇവനെ തക്കാളി തീർന്നു പോയി. തക്കാളി മാത്രമില്ല, ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട്. പച്ചമുളക് എല്ലാം വണ്ടിയിൽ മേടിച്ച് വെച്ചുണ്ട് കേട്ടോ. കാരണം എവിടെയെങ്കിലും പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിടിച്ചു വയ്ക്കാനുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ അത് ഞങ്ങൾ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്തായാലും ഇത് കട്ട് ചെയ്ത് റെഡി ആക്കട്ടെ കേട്ടോ. ഗൈസ് ഉള്ളി എടാ, ഇത് നീ ലോക്ക് ചെയ്തില്ല, തുറന്നു കിടക്കുമായിരുന്നു. ഉള്ളി അരിയുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിങ്ങനെ തുറന്നിടണം. അപ്പോൾ CCTV ഇങ്ങനെ വരും. നമ്മളെ മിസ്സമ്പളയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അതുള്ളൂ ഇവിടെ വെളുത്തുള്ളിക്കൊക്കെ കൊല്ലുന്ന പൈസ. ഞാൻ എല്ലാം ചിക്കൻ നോക്കി പോയതാട്ടോ, പക്ഷെ പരിപാടി പാളിപ്പോയി. സാധനം ലോലിപോപ്പിന്റെ ചിക്കൻ ആയിരുന്നു. ഏറ്റവും ചെറുതായിട്ട് കുടിച്ചോട്ടെ അവനെ, വേഗമുള്ളൂ. അത് കിട്ടും എല്ലുപീസ് അല്ലേ. ഗൈസ് ഇന്ന് പെട്ടെന്നുള്ള ഭക്ഷണം വെക്കലായതുകൊണ്ട് നമുക്ക് ഒരു കറിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല. അവിടുന്ന് ഇപ്പം അരി എടുത്ത് ഈ ഇതിലേക്ക് ഇട്ട് കഴുകി എടുക്കേണ്ട മാത്രമേ ഉള്ളൂ. അരി കഴിഞ്ഞത് അത് അതിനകത്തുണ്ട്. ഞാൻ ഇന്നലെ അതല്ലടാ ഇവനെ അരി കാണുന്നേ. ഇതങ്ങോട്ട് മാറ്റണം. അതല്ലേ ഗൈസ് നോക്കൂ, അവിടെ അരിയുണ്ട്, മുട്ടയുണ്ട്, ഒരുപ്പെട്ട വേണ്ട സാധനങ്ങളെല്ലാം വേണ്ട. നമുക്ക് പെട്ടെന്ന് തീർത്ത് പോകണം കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് പാടുപെടും. ഇന്ന് രാത്രി കയറുവാണെങ്കിൽ വലിയ തലവേദനയില്ല, ബോർഡർ ക്രോസ് ചെയ്യാം. അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ഇപ്പൊ സ്വന്തം വെച്ച് കഴിക്കുന്ന കേട്ടോ. അരി ഓവറല്ല, ഇന്നലത്തെ പോലെ കുറച്ച് അരി ഇടാവുള്ളൂ കേട്ടോ. കൂടുതലാന്ന് തോന്നുന്നു, കുറച്ചു റിസ്ക് എടുക്കണ്ട. ഗൈസ് നമ്മൾ വെളിച്ചെണ്ണയിലാണ് സാധാരണ ഉണ്ടാക്കാറ്. നമ്മൾ എണ്ണയും കാര്യങ്ങളൊക്കെ ഇട്ടു ഉള്ള സാധനമൊക്കെ കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇടുക കേട്ടോ. ഞങ്ങളുടെ എല്ലാ സാധനവും തീർന്നുകൊണ്ടിരിക്കുകയാണ്. മസാലപ്പൊടികളൊക്കെ ഇനി ആകെ പന്നി മസാലയും ആകെ മീറ്റ് മസാലയും സാമ്പാർ പൊടിയും മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കഥ മോകിയ ഗൈസ്. അല്ലടാ ലിബിനെ കൊച്ചു ഗൈസ് ഇത് കണ്ടോ. അതായത് ഈ ഒരു സാധനത്തിന്റെ അതായത് ഇത് ഇടി മലബാർ കോഴിക്കറി ഇടിക്കൂടി എന്ന് പറയുന്ന സാധനം. അതായത് ഇതിന്റെ അകത്ത് വെജിറ്റബിളും സാധനമൊക്കെ ഓൾറെഡി ഇങ്ങനെ സാധനം ഉണ്ട്. അപ്പൊ ഇതെന്ത് ചെയ്യണം, ഇത് ഈ മസാല കൂട്ടി ഇടണം. പക്ഷെ ഞാൻ ഇതിന്റെ മണ്ടത്തരായി പോയി. ചിക്കൻ കറി വെക്കാൻ നേരത്ത് ഇതും കൂടെ ചെയ്താൽ മതി. സവോള അരിയേണ്ട കാര്യമില്ല, അതിന്റെ തക്കാളി എല്ലാം ഉണ്ടായിരുന്നു. അതിനിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇത് വാടി വരട്ടെ, എന്നിട്ട് നമുക്ക് കറി വെക്കട്ടെ. എത്ര പ്രാവശ്യം കഴിക്കട്ടെ ചിക്കൻ? 3-4 വട്ടം കഴിയും. ഗൈസ് ഇവിടെ നമ്മുടെ ചോറ് ഇവിടെ സെറ്റ് ആവുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ചിക്കൻ കറിയുടെ മസാല റെഡിയാകുന്നു. ലിബിൻ ഇവിടെ നിന്ന് ഇളക്കുന്നു. പിന്നെ ഇതാണ് നമ്മുടെ സാധനങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഗൈസ് ഞങ്ങളുടെ മസാലകളും സാധനങ്ങളൊക്കെ തീർന്നുണ്ട്. ഇതിനൊക്കെ ലെവലാക്കി എടുക്കണം. ഇത് ഞങ്ങളുടെ കിളിവാതിലാണ്. ഇത് കണ്ടോ, ഇതിങ്ങനെ തുറന്നു നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ വ്യൂ ഒക്കെ കിട്ടും. എന്തായാലും സംഭവമൊക്കെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഭക്ഷണം വെച്ച് തീരട്ടെ കേട്ടോ. സാധനമൊക്കെ വരണ്ടു വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ബാക്കി തീർക്കാലോ ലിബി, തീർക്കാലോ. മസാലയുടെ മണം നോക്കി, എന്ത് മണമാണ് അല്ലേ. ഇതിനകത്ത് എല്ലാ സെറ്റപ്പും ഉണ്ട്. അതെ അല്ലേ. അതെ, ആ മറ്റേ വരട്ടി മസാല ഇട്ടാൽ മതി. അല്ല, ആ മറ്റേ ഡ്രൈ ആയിട്ടുള്ള ഇതൊന്ന് വാട്ടി എടുക്കട്ടെ കേട്ടോ. വാട്ടി എടുത്തിട്ട് വേണം ചെയ്യാൻ. അതും കൂടി ഇച്ചിരി കിട്ടാലോ. അപ്പൊ ഭയങ്കര കൂടാലും പിന്നെ നമ്മളത് ബാക്കി ആയിപ്പോ എടുത്തു വെക്കാൻ പറ്റൂല. അല്ല, നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാം. ഗൈസ് നമ്മുടെ മസാലയും ചിക്കനും കൂടി ഇതിന്റെ അകത്ത് ഇട്ട് കൊടുത്തു. ഓവർ ഗ്രേവി ആക്കില്ല കേട്ടോ. വെള്ളം നോക്കുന്നത്, വെള്ളം കിട്ടി. അതെടുക്കണ്ട കുടിവെള്ളം അല്ലേ. കുടിവെള്ളം അത് തീർക്ക്. അത് ആ വെള്ളം നല്ല വെള്ളമാണ്. അത് എടുത്തു വെക്കാം, കുടിക്കത്തില്ലേ.
ഇച്ചിരി ഒഴിക്കുള്ളൂ. ഗൈസ് നോക്കൂ, ഇതുണ്ടോ ഒരു പൊടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചെടുത്താൽ മതി. ഓവർ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇന്ന് ടർക്കി ചിക്കനും ചോറും. ടർക്കി ഒന്നും അല്ല ഇത്. ടർക്കി അല്ലേ ഇത്? തുർക്കി. അവിടുന്ന് ചിക്കൻ വാങ്ങിയ ടർക്കി ചിക്കനായി. ടർക്കി ചിക്കനും ചോറും. പിന്നെ ഇപ്പൊ സെറ്റായി വരണം കേട്ടോ. ഒന്ന് ഇളക്കി റെഡി ആക്കട്ടെ കേട്ടോ. മൂടി വെച്ച സംഭവം റെഡി. നമ്മുടെ ചോറായി. ചോറ് ഊറ്റാട്ടോ. ചോറ് കൂടുതലായി പോയല്ലോ ലിബിയെ. കൈ പൊളിപ്പോയി. ഇന്നലെ കറക്റ്റായിരുന്നല്ലോ. ഇന്നലല്ല ഞാൻ ഇടുമ്പോഴാണ് കൂടുന്നത്. ഇവന് ഇടുമ്പോൾ കറക്റ്റ് ആവും. ഗൈസ് അതെന്തായാലും ആട്ടോ കേട്ടോ. ആ സമയത്ത് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇളക്കിക്കോ എടുത്തിട്ട്. ഞാൻ ഇളക്കിയതാണ്. ആണോ? അല്ലേ ഗൈസ് ഇനിയിപ്പോ ഇതും കൂടെ ഒന്ന് ടൈറ്റായി ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാല് പരിപാടി ആയിട്ടോ. ഒന്നും ആയിട്ടില്ലല്ലോ. ഗൈസ് വളരെ തിക്കായിട്ടുള്ള ഞങ്ങളുടെ കോഴിക്കറി റെഡി. പ്ലേറ്റ് തരുവാടാ ലിബി. പ്ലേറ്റാ? ഗൈസ് നോക്കൂ, വന്നാ പിന്നെ അതിൻ്റെ അകത്തിട്ട് ഒരു ഞെരിക്കാലോ. 2 plates. ഇതിന്റെ ആവശ്യം അത് കഴിച്ചാലോ. കഴി വെക്കാലോ. അതിന്റെ അകത്ത് ഒന്നും ആവൂലേ നമുക്ക്. ഗൈസ് ഇത് കണ്ടോ, നല്ല മുല്ലമുട്ട് പോലത്തെ. ഇത് 2 പേർക്കുള്ള ചോറുള്ളടാ. ഉള്ളല്ലേ? ഇത് നല്ല മുല്ലമുട്ട് പോലത്തെ ചോറും നല്ല കീട്ട്. നോക്കിയേ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ. കോഴിയുടെ കാല് ലോലിപോക്കിന്റെ ചിക്കനാന്ന് പിന്നെയാണ് അറിഞ്ഞ സുഹൃത്തുക്കളെ. ഇതിപ്പോ ഞങ്ങൾ രണ്ടും കൂടി ഇത് കഴിച്ചു തീർക്കണം. കാരണം ഇതുകൊണ്ട് പിന്നെ യൂറോപ്പിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം തീരുമാനമാവും. ബോട്ടിൽ ഒരു സാധനം അങ്ങനെ എല്ലാ സാധനം എടുത്ത് ഫുഡ് ഐറ്റംസ് എല്ലാം കളയണം. ഗൈസ് വിശന്നിട്ടുണ്ടല്ലോ, അടപ്പ് തെറിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് കഴിക്കാന്ന് വിചാരിച്ചാൽ അതൊട്ട് നമുക്ക് ഇഷ്ടപ്പെടുവില്ല. പൈസ കൊടുത്ത് വെച്ച് നല്ല ഫുഡ് കിട്ടാൻ പക്ഷെ ചിലവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഇവിടുത്തെ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ അതായത് എന്നാ പറയാ, ഫൈനലി ഇതാണ് നമ്മുടെ ഇരിപ്പിടം. ഇവിടെയാണ് നമ്മൾ ഇരിക്കുന്ന സ്ഥലം. ഇവിടെ ഇരിക്കുന്നു, ഇതേപോലെ കുഴയ്ക്കുന്നു, ഇതേപോലെ അടിക്കുന്നു. ഭാഗ്യം ചോറ് കുറഞ്ഞ് ചോറ് കുറവൊന്നുമില്ല കേട്ടോ. കറക്റ്റ് ചോറാ. ബാക്കിയാ അല്ല രണ്ട് മസാല അടിപൊളി കേട്ടോ. ഇടിക്കൂട്ട് മസാല ഞാൻ പറഞ്ഞില്ല. ആ സാധനം കൊണ്ടുവരാൻ കേട്ടോ അടുത്ത വർഷം. അല്ല ഒന്നും ഇല്ല, അടിപൊളി സാധനം. ചിക്കൻ കറി ഉണ്ടാക്കാൻ സുഖം. കഴിക്കട്ടെ. ഇത് കഴിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആവണം. ഫ്രഷ് ആയിട്ട് നേരെ പിന്നെ ഇപ്പൊ തന്നെ കുളിക്കാൻ പോയാലോ. എന്നാലും കഴിച്ചോടാനെ നമുക്ക് പിന്നെ വണ്ടി എടുക്കണം. 500 സംതിങ് കിലോമീറ്റർ ഉണ്ട്. രാത്രി ഓടിച്ച് വെളുപ്പിനെ തെറ്റിയാൽ മതി. കഴിച്ചില്ല, കഴിക്കണം. നോക്കട്ടെ. ഇടിക്കൂട്ട് പൊടിച്ചു കേട്ടോ. തേങ്ങാപ്പാലും കൂടി വെക്കുവാണെങ്കിൽ ഇടിക്കൂട്ട് ഇടുന്നോടം വരെ വലിയ ഇതില്ലാത്ത ഗ്രേവി ആയിരുന്നു അല്ലേ? ഉള്ളിക്കൊക്കെ അല്ലേ കഴിക്കട്ടോ കേട്ടോ. എടുക്കാൻ പോവാണ് ഗൈസ്. ഫൈനലി നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. മൊത്തത്തില് 513 കിലോമീറ്റർ ആണ്. അത് എങ്ങോട്ട് പോകണോന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതായത് ബൾഗേറിയെന്ന് കയറണോ അതോ ഗ്രീസിന്ന് കയറണോ എന്നുള്ളതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഏതാണോ സിമ്പിൾ അതിലേ കയറും കേട്ടോ. ഫൈനലി നമ്മൾ അങ്ങനെ തുർക്കി ബോർഡറിലെത്തി. ഇതാണ് തുർക്കി ബോർഡർ. വണ്ടി വൃത്തിയാക്കണം. വണ്ടിയുടെ വേസ്റ്റുകൾ സാധനങ്ങളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വേണം നമുക്ക് തുർക്കിയിൽ നിന്ന് ഗ്രീസിലേക്ക് കയറാൻ വേണ്ടി. തൊട്ടപ്പുറം കാണുന്നതാണ് ഗ്രീസ്. ഗൈസ് ഫൈനലി തുർക്കിയുടെ എമിഗ്രേഷനും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ യൂറോപ്യൻ യൂണിയനിലേക്ക് കയറാൻ വേണ്ടി പോകണം. അതായത് ഗ്രീസിലേക്ക് കയറുമ്പം തന്നെ ഈ പാലം കേട്ടോ ബ്രിഡ്ജ്. ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിർത്തി നിയന്ത്രിക്കുന്നത് അതെ തുർക്കിയുടെ പട്ടാളക്കാരാണ് ഈ ഇരിക്കുന്നത്. എല്ലാവരും കൂട്ടിൻ്റെ അകത്താണ്ടോ.